Good morning, everybody. Glory to God. Hallelujah. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ചപ്രതികൾ പരിചയമുള്ള മുഖങ്ങളുണ്ട്, എന്നാൽ അപ്പോൾ തന്നെ ഏതാനും പരിചയമില്ലാത്ത മുഖങ്ങളുണ്ട്. പ്രഭാതത്തിൽ നിങ്ങളെല്ലാം ഓൺലൈനിലും ഹോളിലും ഒക്കെ നേരിട്ട് കാണുവാനിടയായതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഒറ്റ കാര്യം ഇപ്പോഴും എപ്പോഴും നിങ്ങളോട് പറയാനുള്ള, നിങ്ങളെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരപ്പനുണ്ട് നിങ്ങൾക്ക്. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പ് ഇല്ലാത്ത, നമ്മെപ്പോലെ മരണമില്ലാത്ത ഒരപ്പനുണ്ട് നമുക്ക്. ഹല്ലേലൂയ. ജാതിയിലും മതത്തിലും സംഘടനയിലും ഡിനോമിനേഷനുകളിലും മരണത്തിലും കുടുങ്ങിക്കിടക്കുന്ന നമ്മളെ ആ അപ്പൻ വിടുവിച്ച് തൻ്റെ മാറോട് ചേർക്കാൻ കാത്തിരിക്കുകയാണ്. ഇതായിരുന്നു ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് നമ്മളോട് പറയാനുണ്ടായിരുന്ന സന്ദേശം. ആ സന്ദേശം തന്നെ ആവർത്തിക്കുകയാണ് ഈ ഭൂമിയിൽ. അത് ആവർത്തിക്കപ്പെടുമ്പോൾ എത്ര എഴുതിയാലും തെളിയാത്ത ഒരു സ്ലേറ്റ് പോലെയാണ് ഈ ലോകം. എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് തെളിയുന്നില്ല. മനുഷ്യ മനസ്സുകളിൽ അത് മാഞ്ഞു പോവുകയാണ്. എന്താണ്? നിനക്കൊരു ഉടയവനുണ്ടെന്നും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്നും ആ അപ്പൻ നിനക്കായി എരിയുകയാണ് എന്നും തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നിന്നെയും കൂട്ടിക്കൊണ്ട് ചെല്ലാനാണെന്നും എത്ര പ്രാവശ്യം പറഞ്ഞാലും മനുഷ്യ ഹൃദയങ്ങൾ എത്ര എഴുതിയാലും തെളിയാത്ത സ്ലേറ്റ് പോലെയാണ്. അതവർ പെട്ടെന്ന് മറന്നുപോകും. ധ്യാനകേന്ദ്രത്തിൽ ജനം വന്ന ദിവസം മുതൽ ഇത് പറയാൻ തുടങ്ങും. ഓരോ ദിവസവും പറയും. പിറ്റേ ദിവസം ചോദിക്കും, ഇന്നലെ കേട്ടത് എന്താണ്? അവർ മറന്നുപോകും. അടുത്ത ദിവസം ചോദിക്കും, ഇന്നലെ കേട്ട സുവിശേഷം എന്താണ്? അവർ മറന്നുപോകും. ഇവൻ 6-ാം ദിവസം ചോദിച്ചാലും തെളിഞ്ഞിട്ടുള്ളവർ വളരെ കുറവാണ്. എന്നാൽ അവർ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ തെളിച്ചം കൂടെ ഈ ലോക സംവിധാനം പിശാച് മായ്ച്ചു കളയും. എന്നാൽ ബലാത്കാരികളായ ചിലരുണ്ട്, ഇത് മാഞ്ഞു പോകാതെ വീണ്ടും വീണ്ടും അതിൻ്റെ മോളിലെഴുതി നിത്യം നിലനിർത്തി ഇത് സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ എത്തുവാൻ പോകുന്ന ചിലരുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, നിങ്ങളെല്ലാവരും ഓൺലൈനിൽ കേൾക്കുന്ന നിങ്ങളെല്ലാവരും, ഹോളിലുള്ള നിങ്ങളെല്ലാവരും ആ ചിലരെ പോലെ ആയിരിക്കണം. ചിലരെ പോലെ ബലാത്കാരികളായിരിക്കണം. ബലാത്കാരികൾ ആ ദൈവരാജ്യം മാഞ്ഞു പോകാതെ പിടിച്ചടക്കുവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. എൻ്റെ പേര് ഷാജി ജോസഫ് എന്നാണ്. എ ഹെവൻലി ഓഫീസർ. സ്വർഗരാജ്യത്തിൻ്റെ ഭൂമിയിലൊരു ഓഫീസറാണ്. ഒരുപക്ഷെ ആരും ഇങ്ങനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കേൾക്കത്തില്ലായിരിക്കാം. പക്ഷേ ബൈബിൾ ഇത് വേറൊരു ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ സ്വർഗത്തിൻ്റെ ഭൂമിയിലെ അംബാസിഡേഴ്സാണ്, ക്രിസ്തുവിൻ്റെ അംബാസിഡേഴ്സാണ്, ഓഫീസേഴ്സാണ്. ഹല്ലേലൂയ. ഞങ്ങൾ മതം പ്രസംഗിക്കുന്നവരല്ല, സംഘടനയെക്കുറിച്ച് അറിയിക്കുന്നവരല്ല. പകരം ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പൻ്റെ ഇഷ്ടം ഈ ഭൂമിയിലെ അപ്പൻ്റെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ആളുകളെ ക്രിസ്തുവിലൂടെ, ക്രിസ്തു ഏക വഴിയിലൂടെ അപ്പൻ്റെ ഭവനത്തിൽ, സ്വർഗീയ ഭവനത്തിൽ എത്തിക്കുന്ന ശുശ്രൂഷയാണ് സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ശത്രുവിൻ്റെ ടെറിറ്ററിയിലാണ്, പിശാചിൻ്റെ ടെറിറ്ററിയിലാണ് ഉദ്യോഗം നൽകിയിരിക്കുന്നത്. കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ കീഴിലാണ്. ആ പിശാചിൻ്റെ കീഴിലാണ് ഈ ഉദ്യോഗം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പിശാചിനും അവൻ്റെ ആളുകൾക്ക് തൊടുവാൻ കഴിയുകയില്ല. കാരണം പിശാച് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ, ആ രാജ്യത്തിൻ്റെ ഭരണാധികാരി ഏകനാണെന്നും മാത്രമല്ല ആ ഭരണാധികാരിയുടെ മുമ്പിൽ വിറയ്ക്കുക കൂടി ചെയ്യുന്നവനാണ് ഈ ലോകത്തിൻ്റെ ഭരണാധികാരി. അതുകൊണ്ട് ആ ലോകത്തിൻ്റെ പ്രതിനിധികളെ തൊടുവാൻ പിശാചിന് കഴിയത്തില്ല. കാരണം അവരുടെ എസ്കോർട്ട് അത്ര വലിയ
വലിയതാണ്, അവരുടെ ശക്തി അത്ര വലിയതാണ്. അവരോട് കൂടെയുള്ള സൈന്യവ്യൂഹം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കൂടെ ഉള്ളതിനേക്കാൾ വലിയ സൈന്യവ്യൂഹമാണ്. അതുകൊണ്ട് അവരെ തൊടുവാൻ കഴിയില്ല. ദൈവത്തിന്റെ വചനത്തിൽ ക്രിസ്തു ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുത്തനുമില്ല. കാരണം യേശു ആണെന്നല്ല പറയുന്നത്, യേശു ഇങ്ങനെ പറയാണ്, നിങ്ങളെ എനിക്ക് തന്ന എൻ്റെ പിതാവുണ്ടല്ലോ സർവരെക്കാളും വലിയവനാണ്. അതുകൊണ്ട് നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിവുള്ള ഒരുവനുമില്ല എന്ന യേശു പറയുന്നത്. വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, ആ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനൊക്കെ വലിയവനാണ്. അതുകൊണ്ട് അവനൊന്നും ലോകത്തുള്ളവന്, ലോകത്തിന്റെ ഭരണാധികാരിക്ക് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കണം, അവൻ്റെതൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകരുത്. അവൻ്റേത് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവൻ്റേതായ തിന്മത്തരങ്ങൾ, അവൻ്റേതായ പാപങ്ങൾ, ഇതൊന്നും നമ്മുടെ ഉള്ളിൽ വെക്കരുത്. അവൻ്റേതായ തിന്മകൾ ഒന്നും നമ്മുടെ ഉള്ളിൽ വെക്കാതെ ജീവിതം വിശുദ്ധിയായി സൂക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ ഉള്ളവൻ ദൈവം എപ്പോഴും ആക്റ്റീവായി പ്രവർത്തിക്കാൻ തക്കവണ്ണം നമ്മൾ റെഡിയാകണം. മറ്റൊരു കാര്യം, നമ്മൾ നമ്മുടെ രാജാവായി തീരരുത്. നമ്മൾ നമ്മുടെ സ്വയത്തിൽ വാഴരുത്. നമ്മൾ നമ്മുടെ സ്വയത്തിൽ വാണാൽ ദൈവം നമ്മുടെ രാജാവായിരിക്കുന്ന പിന്മാറാൻ തുടങ്ങും. അത് നമ്മളെ അപകടത്തിലാക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ രാജാവാകാതെ ദൈവം നമ്മുടെ രാജാവാകുവാൻ, ക്രിസ്തു നമ്മുടെ രാജാവാകുവാൻ തക്കവണ്ണം നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിക്കുന്നുവെങ്കിൽ നമ്മൾ അജയര. കാരണം നമ്മളല്ല ജീവിക്കുന്നത്, നമ്മളിലൂടെ ക്രിസ്തുവാ ജീവിക്കുന്നത്. ക്രിസ്തു അല്ല ജീവിക്കുന്നത്, ക്രിസ്തുവിലൂടെ പിതാവാ ജീവിക്കുന്നത്. അങ്ങനെ സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ ഭൂമിയിൽ വിടരുക. അങ്ങനെ ദൈവത്തെ വിടർത്തുന്ന ദൈവത്തിന്റെ പുത്രന്മാരാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയെ മനോഹര രൂപമാക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, അത്യുന്നതനായ ദൈവത്തെ വിടർത്തുന്ന മനുഷ്യരെയാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നവരെയാണ് ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കുന്നത്. ഇതുകൊണ്ടാ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അദൃശ്യനായ ആത്മരൂപിയായ അത്യുന്നതനായ താൻ മാത്രം അമർത്യതയുള്ള ആ ദൈവത്തെ തന്റെ മാറിലിരിക്കുന്ന പുത്രൻ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരുടെ പേരാണ് ദൈവപുത്രന്മാർ. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ദൈവങ്ങളാണ് ദൈവപുത്രന്മാർ. മനസ്സിലായോ? വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധയോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. വീണ്ടും എക്കോ വന്നല്ലോ, വീണ്ടും മുഴക്കമായി. ശ്രദ്ധിച്ചേ, ഗ്ലോറി ടു ഗോഡ്. അധികം മുഴക്കമായാൽ മനസ്സിലാകില്ല, തിരിയത്തില്ല. ലോർഡ്, ഐ ലവ് യു. ഗ്ലോറി ടു ഗോഡ്. താങ്ക് യു ഫാദർ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ പെട്ടെന്ന് ഉത്ബോധിപ്പിച്ച് കടന്നു പോവുകയാണ്. 1 പത്രോസ് 1-ാം അധ്യായം നമ്മൾ വായിച്ചത് 3 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധയോടെ കേൾക്കണം. എപ്പോഴെങ്കിലും ഞാൻ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയാൽ നിങ്ങൾ എന്നെ വചനത്തിലൂടെ തിരുത്തണം. എന്നെ കേൾക്കുന്ന എല്ലാ ദേവദാസന്മാരും നിങ്ങളുടെ പ്രസംഗത്തിൻ്റെ ആദ്യമേ ഈ സാധനം ഒന്ന് ഫിറ്റ് ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ജനം മനസ്സിലാകും നിങ്ങൾ സത്യവാനാണെന്ന്. ഹല്ലേലൂയ. ഒന്നുകൂടി പറയാം. അതിനിവിടെ സംസാരിക്കുമ്പോൾ അതിലേതെങ്കിലും വചനപ്രകാരം അതങ്ങനെയല്ല എങ്കിൽ എന്നെ തിരുത്തണം. എങ്ങനെ? വചനത്തിലൂടെ. അല്ലാണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ പാസ്റ്റർ പറഞ്ഞു എന്ന് പറഞ്ഞ് തിരുത്തരുത്. ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് തിരുത്തണം. ഹല്ലേലൂയ. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിതിൽ മനസ്സിലാക്കാൻ പോയി. ആ വാതിലൊന്ന് ചാരിയിട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിന് ആരുണ്ട്? ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവമാണ് പിതാവായ ദൈവം. യേശു ക്രിസ്തു ദൈവമാണ്. പക്ഷെ ആ ദൈവത്തിൻ്റെ മുകളിൽ വേറൊരു ദൈവമുണ്ട്. അതാണ് പിതാവായ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി 2-3 പേരുടെ വാക്കുകളാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. എഫേസ്യ ലേഖനം 1:17 ഒന്ന് വായിച്ചേ.
ബൈബിളിലെ വചനങ്ങൾ സത്യമാണ്. അത് ആസിറ്റ് ഏറ്റെടുക്കണം. ഓ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. ശ്രദ്ധിച്ചേ, ഒന്നും കൂടി വായിച്ചേ, ആ സ്റ്റാർട്ടിങ് നോക്കിയേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും. ശ്രദ്ധിച്ചേ, നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവം. അപ്പൊ യേശുക്രിസ്തുവിന് ആരുണ്ട്? ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് സ്വർഗസ്ഥ പിതാവ്. പിടുത്തം കിട്ടിയോ? അതാണ് ദൈവവചനം പറയുന്നത്, ക്രിസ്തുവിൻ്റെ തല ദൈവം. പിടുത്തം കിട്ടിയോ? ഞാൻ എൻ്റെ കയ്യിൽ നിന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഹല്ലേലൂയ. ഇതാണ് യേശു ക്രിസ്തു യോഹന്നാൻ 20:17 പറയുന്നത്. മഗ്ദലക്കാർത്തി മറിയോട് പറയാണ്, മറിയെ, ഞാൻ ഒരിടം വരെ കാണാം, ഒരിടം വരെ പോവുക. എവിടെയാണെന്നറിയാമോ? എൻ്റെ ദൈവത്തെ കാണാൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവൻ്റെ അടുക്കിലേക്ക് ഞാൻ കയറി പോവുകയാണ്. 20:7 ഒന്ന് വായിച്ചേ. 20:17 യോഹന്നാൻ 20:17. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ക്ലിയർ ആയല്ലോ മക്കൾക്ക്? ക്ലിയർ ആയല്ലോ? 2-3 പേരുടെ സാക്ഷ്യമൊഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. നേരത്തെ പറഞ്ഞത് വിശുദ്ധ പൗലോസ് ആണ് പറഞ്ഞത്, വിശുദ്ധ പത്രോസ് ആണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ യേശു നേരിട്ടാണ് പറയുന്നത്. പിടുത്തം കിട്ടിയോ? ആദ്യം പത്രോസിന്റെ ലേഖനത്തിൽ വായിച്ചു, പിന്നെ പൗലോസിന്റെ ലേഖനത്തിൽ വായിച്ചു, പിന്നെ യേശു നേരിട്ട് പറയുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ കാണാൻ പോവുകയാണ്. ആ ദൈവം തന്നെയാണ് നിങ്ങളുടെയും ദൈവം. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് എതിരിട്ട് വരരുത്. വിശുദ്ധ ബൈബിളിലെ വചനങ്ങളാണ് ഞാൻ വായിച്ചത്. എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ നാം കറക്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഈ ദൈവത്തിൻ്റെ മകനാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മകനായതുകൊണ്ട് യേശു ക്രിസ്തു ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഏതൊരു മനുഷ്യൻ്റെയും മകൻ മനുഷ്യൻ തന്നെയാണ് എന്നതുപോലെ ദൈവത്തിൻ്റെ മകൻ ദൈവം തന്നെയാ, യാതൊരു സംശയവുമില്ല. ആ മകൻ്റെ പേരാണ് ദൈവവചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം അപ്പനായ സ്വർഗസ്ഥ പിതാവോട് കൂടെയായിരുന്നു. സ്വർഗസ്ഥ പിതാവ് സകലതും വചനമായ ക്രിസ്തുവിലൂടെ ഉളവാക്കി. ഈ കാര്യം ക്ലിയർ ആകുക. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ, കഴിഞ്ഞ നാളുകളിൽ ഇതൊക്കെ തെറ്റായി പഠിപ്പിച്ച് അവികലമാക്കി ഒരു വ്യക്തതയില്ലാത്ത ഭക്തിയുടെ ഉടമകളാക്കി മാറ്റി സഭയിലെ വിശ്വാസികളെ. ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇവരെന്താ വിശ്വസിക്കുന്നതെന്ന്. പലരും ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവത്തിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ചിലർ പറയും യഹോവയാണെന്ന് പറയും, ചിലർ പറയും യേശു ആണെന്ന് പറയും, ചിലർ പറയും ഇത് മൂന്നും കൂടി കൂടിയതാണ്, പിതാവ് മുതൽ പരിശുദ്ധാത്മാവ് കൂടിയതാണെന്ന് പറയും. പലരും പല അഭിപ്രായമാണ്. അങ്ങനെ ഇടിയും വെട്ടും തമ്മിൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഇടിയും വെട്ടും കുത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുടുംബം അവയിൽ തന്നെ ഛിദ്രിച്ചാൽ അത് എങ്ങനെ നിലനിൽക്കുമെന്ന യേശു ക്രിസ്തു പറഞ്ഞ കാര്യം ഇന്ന് സഭയിൽ പിശാച് നിറവേറ്റിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക. അങ്ങനെയല്ല മക്കളെ. യേശു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുവാൻ ഇടയാകും എന്ന ഈ സത്യം നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. ഇനി നമ്മൾ വായിച്ച ഭാഗത്തേക്ക് കടന്നു വരാം. നമ്മൾ വായിച്ചത് പത്രോസിന്റെ ലേഖനമാണ്. അവിടെ പറയുന്നു, നമ്മുടെ കർത്താവായ, അതിൻ്റെ 3-ാം വാക്യം മുതലാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ, ആര്? പിതാവായ ദൈവം തൻ്റെ കരുണാധിക്യ പ്രകാരം നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി, പറഞ്ഞ ജീവനുള്ള പ്രത്യാശ. എങ്ങനത്തെ പ്രത്യാശ? എന്താ അങ്ങനത്തെ പ്രത്യാശ എന്ന് പറയുന്നേ? ജീവനുള്ള പ്രത്യാശ. എൻ്റെ മോളെ, നിന്റെ അപ്പൻ നിന്റെ അമ്മ ഇവിടെ പഠിപ്പിക്കുക എന്ന് വിചാരിച്ചാൽ, നല്ല രീതിയിൽ പഠിപ്പിക്കുക, നല്ല ഊട്ടിയിലോ ഏറക്കാടോ അല്ലെന്നുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിലോ ഉള്ള സ്കൂളിൽ വിട്ട് നിന്നെ പഠിപ്പിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരു പ്രത്യാശയുണ്ട് അവർക്ക്, നിന്നെ ഒരു വലിയ ഡോക്ടറാകണം.
സാധാ ഇന്ത്യയിൽ കാണുന്ന ഡോക്ടറൊന്നും പോരാ, നിന്നൊരു വലിയ ഡോക്ടറാക്കണം, ഒരു പ്രത്യാശയാണ് അല്ലേ. തുടർന്ന് ആ പ്രത്യാശ വെച്ചുകൊണ്ട് കുട്ടി പഠിക്കാൻ തുടങ്ങുകയാണ്. ബാക്കി എല്ലാവർക്കും, എൻ്റെ കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ ലോ ഗ്രേഡ് ഇന്ത്യയിലെ CBSE ലെവലൊക്കെ കിട്ടുന്നുള്ളെങ്കിൽ എനിക്കങ്ങനെ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ ഇതാ എഡ്യൂക്കേഷൻ എനിക്ക് കിട്ടുകയാണ്, താൻ ഇങ്ങനെ വർദ്ധിച്ച് കയറുക, ആ പ്രത്യാശയാണ്. അങ്ങനെ കുട്ടി പഠിച്ച് അതാ ഇംഗ്ലണ്ടിലും US-ലും ഒക്കെ വലിയ ഡിഗ്രികളൊക്കെ സമ്പാദിച്ച് അങ്ങനെ നമ്മുടെ ചിന്തയിൽ പറഞ്ഞ വലിയ ഡോക്ടറായി. ആൾ ചെറുതാണെങ്കിലും വലിയ ഡോക്ടറായി. അങ്ങനെ വലിയ ഡോക്ടറായ ആ ഡോക്ടർ കുറച്ച് ദിവസം ശുശ്രൂഷിച്ചപ്പോൾ തന്നെ പുള്ളിയുടെ കണ്ണ് കാണാതെയാകാൻ തുടങ്ങി, മുടി നരയ്ക്കാൻ തുടങ്ങി, ചുളിയാൻ തുടങ്ങി. അങ്ങനെ പല പല കാര്യങ്ങളും വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ ആ ഡോക്ടറെ കുറിച്ച് കേട്ടു, ഇതാ എന്തോ അസുഖം വന്ന് ആശുപത്രിയിലായി എന്ന്. അങ്ങനെ തുടർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കേട്ടു ആ ഡോക്ടർ മരിച്ചുപോയി എന്ന്. ആ പ്രത്യാശ ജീവനുള്ളതാണോ? അല്ല. മനസ്സിലായോ? അതൊക്കെ ജീവനില്ലാത്ത പ്രത്യാശകളാണ്, നിലനിൽക്കാത്ത പ്രത്യാശകളാണ്. ഹല്ലേലൂയ. നീയുടെ ആരായാലും എന്തായാലും ഞാൻ നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് പറയട്ടെ, യു ആർ വർക്കിംഗ് ഫോർ നത്തിങ്. ഹല്ലേലൂയ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് വട്ടപൂജയാകാനാണ്. ഹല്ലേലൂയ. ഇതൊന്നും ജീവനുള്ള പ്രത്യാശയല്ല. യു ആർ വർക്കിംഗ് ഫോർ നത്തിങ്. ദൈവം വെച്ചിരിക്കുന്ന പ്രത്യാശ മാത്രമേ ഉള്ളൂ ജീവനുള്ള പ്രത്യാശ. അല്ല എങ്കിൽ മോളെ നീ ഇവിടെ പ്രവർത്തിക്കുന്നത് മുഴുവൻ വട്ടപൂജയാകാനാ. ഹല്ലേലൂയ. ഇവിടുത്തെ നിങ്ങളിപ്പോൾ ഈ തൃശ്ശൂർ പട്ടണത്തിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരനായി മാറാം അല്ലേ, ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരൻ. എന്നാൽ എന്താ, അദ്ദേഹം മരിച്ചു പോകും. വർക്ക് ചെയ്യുന്നത് നത്തിങ്ങിനായിട്ടാണ്. ഹല്ലേലൂയ. എൻഡ് ചെയ്യുന്നത് നത്തിങ് ആയിട്ടാണ്. വർക്കിംഗ് ഫോർ നത്തിങ്, എൻഡിങ് ഇൻ നത്തിങ്. ഹല്ലേലൂയ. ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനാണ്. നല്ല കാര്യമാണ്, രാഷ്ട്രത്തെ സേവിക്കാം. പക്ഷേ യു ആർ വർക്കിംഗ് ഫോർ നത്തിങ്. ഹല്ലേലൂയ. നിങ്ങൾ ആരായാലും എലോൺ മസ്ക് ആയാലും ആരായാലും യു ആർ വർക്കിംഗ് ഫോർ നത്തിങ്. ഇതൊന്നും ജീവനുള്ള പ്രത്യാശ അല്ല. എന്നാൽ ഇത് ജീവനുള്ള പ്രത്യാശ. അതിൻ്റെ അർത്ഥം അതൊരിക്കലും അവസാനിക്കുന്നില്ല. ആ ഒരു പ്രത്യാശയാണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ. അത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ കേൾക്കണേ എന്താ? സുവിശേഷമാണ് കേൾക്കണേ. ആദ്യം സുവിശേഷം എന്തെന്ന് പറഞ്ഞിട്ട്, ആ അവകാശം എന്തെന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നത്, അതിനെങ്ങനെ നിലനിർത്താം എന്നുള്ളതിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് പറയാണ്, അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. ഇപ്പം രക്ഷ എന്ന് പറയുന്നത് ഇപ്പോഴെങ്ങും വെളിപ്പെടുന്നതല്ല, അന്ത്യകാലത്ത് വെളിപ്പെടുകയുള്ളൂ. ആരൊക്കെ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെട്ടില്ല എന്ന്. അന്ത്യകാലത്ത് രക്ഷിക്കപ്പെടുക, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ വെളിപ്പെടുന്നെങ്കിൽ അന്ത്യകാലത്തെ വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. ഹല്ലേലൂയ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ, ഈ ഭൂമിയിലെല്ലാം ക്ഷയിച്ചുകൊണ്ടേയിരിക്കും, മാലിന്യമുണ്ട്, വാടിക്കൊണ്ടേയിരിക്കും, ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചു. അപ്പോൾ ഒരവകാശം കിട്ടാനുണ്ട്, അതിനു വേണ്ടിയാണ്. അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ് വീണ്ടും ജനനം. വീണ്ടും ജനിച്ചതുകൊണ്ട് അവകാശം കിട്ടത്തില്ല, അവകാശം കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും ജനിച്ചേക്കണേ. ഹല്ലേലൂയ. അപ്പോൾ വീണ്ടും ജനിച്ച് ഏതെങ്കിലും സഭയിൽ പേരുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നിഗളിക്കരുത്. എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചുകൊള്ളണം. ഹല്ലേലൂയ. വീണ്ടും ജനിച്ചു എന്നതുകൊണ്ട് അവകാശം കിട്ടണമെന്നില്ല, പക്ഷേ അവകാശം കിട്ടാൻ വേണ്ടിയാണ് വീണ്ടും ജനിച്ചത്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോൾ ഈ അവകാശത്തിൻ്റെ പേരാണ് സുവിശേഷം. ഹല്ലേലൂയ. ഈ അവകാശം നമുക്ക് ലഭിക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം. ഈ അവകാശം നമ്മൾ എത്തുമ്പോഴാണ് സുവിശേഷം നാം അനുഭവിക്കുന്നത് അതിൻ്റെ പൂർണ്ണതയിൽ. അതാണ് ജീവനുള്ള പ്രത്യാശ. എന്താണ് അവകാശം? നാം അറിയണ്ടേ? വെളിപ്പാട് 21:7 വായിക്കുമ്പോൾ നമുക്ക് കാണാം എന്താണ് അവകാശം. അവിടെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരവകാശം നമുക്ക് കിട്ടാൻ പോയി. എന്താണ് അവകാശം? വായിച്ച്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും,
ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കണ്ടോ, ജയിക്കുന്നവനാണ് അവകാശം. ജയിക്കുന്നവനാണ് അവകാശം. വീണ്ടും ജനിച്ചത് കൊണ്ട് കാര്യമില്ല, വീണ്ടും ജനിച്ചവൻ ജയിക്കണം. ഹല്ലേലൂയ. ഇത് പറയാത്ത ഏതെങ്കിലും ഒരു ചർച്ചിലാണ് നീ ആയിരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നീ കുടുങ്ങിപ്പോവും. കാരണം MBBS പഠിക്കുന്നുണ്ട്, പക്ഷേ പരീക്ഷ എഴുതി പാസ്സാവണമെന്ന് അവർ പറയുന്നില്ല. എങ്ങനെയെങ്കിലും നീ ജയിക്കാൻ വഴി കുറവാണ്. ഹല്ലേലൂയ. അപ്പോൾ ജയിക്കുന്നവനാണ് അവകാശം. ഒന്ന് പറഞ്ഞേ, ജയിക്കുന്നവനാണ് അവകാശം. ഒന്നുകൂടി പറഞ്ഞേ. നിങ്ങൾ എന്തിനാ പറയാൻ മടിക്കുന്നേ? ബൈബിളിലെ വചനമല്ലേ നിങ്ങൾ പറയുന്നേ? ഹല്ലേലൂയ. എന്തിനാ മടിക്കുന്നേ? ജയിക്കുന്നവനാണ് അവകാശം. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. അപ്പൊ ആർക്കാണ് അവകാശം? അപ്പോൾ ചുറ്റുമുള്ള എല്ലാവരോടും പറയണം, നിങ്ങൾ ഏതെങ്കിലും ചർച്ചിലാണ് പോകുന്നതെങ്കിൽ ചർച്ചിലെ പാസ്റ്ററോട് പറയണം, ചേട്ടനോട് പറയണം, ചേച്ചിയോട് പറയണം, ബ്രദറിനോട് പറയണം, സിസ്റ്ററോട് പറയണം, ജയിക്കുന്നവനാണ് അവകാശം. അപ്പം നിങ്ങൾ പറയുമ്പോൾ തന്നെ ദൈവത്തിന് വലിയ സന്തോഷമായി. കാരണം അവിടുത്തെ അച്ഛനോ പാസ്റ്ററോ പറഞ്ഞു കൊടുക്കാത്ത കാര്യം നിങ്ങൾ ബൈബിളിലൂടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും ഏതാണ് വാക്യം എന്ന് ചോദിച്ചാൽ ഉടനെ പറയണം വെളിപ്പാട് 21:7. അവിടെ പറഞ്ഞിട്ടുണ്ട് ജയിക്കുന്നവനാണ് അവകാശം. ഹല്ലേലൂയ. അവരിതുവരെ കേട്ടത് പാട്ട് പാടുന്നവരാണ് അവകാശം, സ്തുതിക്കുന്നവരാണ് അവകാശം എന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കണേ. പക്ഷേ ബൈബിള് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. പാട്ട് പാടുന്ന സ്തുതിക്കണമൊക്കെ നല്ലതാ, പക്ഷെ ജയിക്കുന്നവരാണ് അവകാശം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ഈ അവകാശം എന്താണ്? ഈ അവകാശം താഴേക്ക് വായിച്ചേ. എന്നാൽ ഭീരുക്കൾ ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഒന്നും കൂടി വായിച്ചു തുടക്കം മുതൽ സിസ്റ്റർ, എങ്കിലേ ആൾക്ക് മനസ്സിലാവും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. എന്താണ് അവകാശം? ഞാൻ അവന് ദൈവവും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അവൻ എനിക്ക് മകനുമായിരിക്കും. മനസ്സിലായോ? ദൈവ കുടുംബത്തിലെ മെമ്പറായി, ദൈവ കുടുംബത്തിലെ മകനായി. മറ്റൊരു രീതി പറഞ്ഞാൽ ഒരത്ഭുതം പറയട്ടെ, ഒരത്ഭുതം പറയട്ടെ. ബൈബിള് പറയുന്നു ക്രിസ്തുവിൻ്റെ സഹോദരനായി. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ ബ്രദറായി. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സഭകളത് കേട്ടിട്ടുണ്ടാവില്ല. ക്രിസ്തുവിൻ്റെ ബ്രദറായി, ദൈവത്തിൻ്റെ മകനായി. ദൈവത്തിന് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകനാണ് തൻ്റെ ഏകജാതൻ. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഏകജാതൻ. നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതമായി തോന്നും. ഒരുപക്ഷെ ലോകത്തിലെ പല സഭകൾക്ക് ഇത് പറയാൻ പറ്റത്തില്ലായിരിക്കും, അവരുടെ അടിസ്ഥാനം റോങ് ആയതുകൊണ്ട്. കാരണം വേറെ പലതും അടിസ്ഥാനം ഇട്ട് പണിതത് കൊണ്ട് ഇത് പറയാൻ പറ്റത്തില്ല ചർച്ചിൽ. പക്ഷേ ബൈബിളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരേ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ മകനിലൂടെ അനേകം മക്കളെ ദൈവം ഒരുക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ഈ അവകാശത്തിലേക്ക് ഞാൻ നിങ്ങൾ എത്തിച്ചേർന്നാൽ നാം ക്രിസ്തുവിൻ്റെ ബ്രദേഴ്സായി, ഭായിമാരായി, സഹോദരങ്ങളായി ഞാനും നിങ്ങളും മാറുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി മാറും. ഇതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം നമുക്ക് ക്രിസ്തുവിനെ തന്നപ്പോൾ ക്രിസ്തു ഏകജാതനായിരുന്നു. യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ്. എന്താണത്? ആ പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ആ വചനം അറിയാവുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും അറിയാൻ പാടാത്ത ചിലരുള്ളത് കൊണ്ട് നമുക്ക് മൈക്കിലൂടെ ഒന്ന് വായിക്കാം. വായിച്ചേ. തന്റെ ഏകജാതനായ പുത്രനിൽ. ഏത് ജാതൻ? ഏകജാതൻ അല്ലോ. ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. കേട്ടോ, ദൈവത്തിന്റെ വചനം പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവന് നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്, പ്രാപിച്ചു എന്നല്ല, പ്രാപിക്കേണ്ടതിന് ആ പുത്രനെ നൽകുവാൻ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിച്ചു. അതാണ് ആ ദൈവസ്നേഹം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ പുത്രനെ നൽകിയത്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം തിരിച്ചറിയേണ്ടത് തൻ്റെ ഏത് ജാതന? ഏകജാതൻ എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന് വേറെ വല്ല മക്കളുണ്ടോ? ഇല്ല. ഒരേ ഒരു മകനേ ഉള്ളൂ ആ കാറ്റഗറിയിൽ. മനസ്സിലാവുന്നുണ്ടോ? ഒരേ ഒരു മകനേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കുക, ആ മകൻ നമ്മൾ
ദൈവപുത്രന്മാരായി വെളിപ്പെട്ടാൽ നമ്മൾ ആ മകൻ്റെ സഹോദരന്മാരായി. അതോടുകൂടെ ഏകജാതൻ എന്ന് പറഞ്ഞ മകൻ ആദ്യജാതനായി മാറും. ഇതാണ് റോമ 8:29 പറയുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക. ആ ഒരേ ഒരു പുത്രനേ ഉള്ളൂ. അതുകൊണ്ട് തൻ്റെ സകലത്തിനും ആ പുത്രനാണ് അവകാശി. ആ പുത്രനാണ് അവകാശി. എന്നാൽ ആ പുത്രന് സഹോദരന്മാരുണ്ടായാൽ ആ പുത്രൻ്റെ ആദ്യം നഷ്ടപ്പെടുന്ന ഏകജാത സ്ഥാനമാണ്. തുടർന്ന് ആ വ്യക്തി ആദ്യജാതനാകും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിൽ അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. ആ മകൻ ജനിച്ചാൽ നിങ്ങൾ എല്ലാവരോടും പറയും, ഞങ്ങളുടെ ഏകജാതനാ, ഒരേ ഒരാളാണ് ഉള്ളത്, ഞങ്ങളുടെ ഉള്ളതിനെല്ലാം അവകാശി ഇവനാ എന്ന് പറയും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യത്തിലേക്ക് ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തുടർന്ന് റോമ 8:29 വായിക്കുമ്പോൾ നമുക്കിത് കുറേ കൂടി ക്ലിയർ ആകും. വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ, സ്വർഗത്തിലെ ദൈവം, അതായത് യേശു ക്രിസ്തുവിൻ്റെ ദൈവം, സ്വർഗസ്ഥ പിതാവ് മുന്നറിഞ്ഞവരെ, തന്റെ പുത്രൻ, അതായത് ക്രിസ്തു, അനേകം സഹോദരന്മാരിൽ അപ്പൊ ക്രിസ്തുവിന് ഇപ്പൊ ആരായി? സഹോദരന്മാരായി. ഒന്നും രണ്ടും അല്ല, അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ഇപ്പൊ ഏകജാതൻ ഇപ്പൊ എന്തായി മാറി? ആദ്യജാതനായി. ആദ്യജാതൻ ആകേണ്ടതിന്, നേരത്തെ ഏകജാതനാണ്, ഇപ്പൊ ആദ്യജാതൻ ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. മറന്നുപോകരുത്. ഇതൊന്നും ഒരുപക്ഷെ നിങ്ങളുടെ സഭകളിൽ വായിക്കാൻ പറ്റത്തില്ലായിരിക്കും. കാരണം റോങ് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനമൊന്നും വായിക്കാൻ പറ്റില്ല. കാരണം അതേ രീതിയിലാണ് അവരുടെ ഫൗണ്ടേഷൻ. അപ്പോൾ ഇത് വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ ബൈബിള് പറയുകയാണ് ക്രിസ്തു ഏകജാതൻ ആദ്യജാതനാകേണ്ടതിന്. മനസ്സിലായി? അപ്പോൾ ആദ്യജാതനല്ല, ആദ്യജാതൻ ഇപ്പം ഏകജാതനാണ്. ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിട്ടേ ഉള്ളൂ. ആകേണ്ടത് നമ്മുടെ ചുമതലയാണ്. മനസ്സിലായോ? ആകേണ്ടത് നമ്മുടെ ചുമതലയാണ്. അങ്ങനെ ഏകജാതനായതുകൊണ്ട് ഒരു വീട്ടിലറിയാം, ഏകജാതനാണെങ്കിൽ ഒരു വീട്ടിലെ അപ്പൻ്റെ സ്വത്ത് മുഴുവൻ ആർക്കാ? ആ ഏകജാതനാണല്ലേ. ഇതാണ് ഹെബ്രായ ലേഖനം 1:1-2 പറയുന്നത്. ദൈവത്തിൻ്റെ സകലത്തിനും ക്രിസ്തുവിനെ അവകാശിയാക്കി വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? അവകാശിയാക്കി വെച്ചു. എന്നാൽ ആ അവകാശം നമ്മളിലേക്ക് ഡിവൈഡ് ചെയ്യാൻ പോവുക, നമ്മൾ സഹോദരങ്ങളായാൽ. അപ്പോൾ ഹെബ്രായ ലേഖനം 1:1-2 വായിച്ചേ. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ക്രിസ്തു മുഖാന്തരം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു. ശ്രദ്ധിച്ചേ, ക്രിസ്തുവിനെ സകലത്തിനും ആരാക്കി വെച്ചു? അവകാശിയാക്കി വെച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തു ഓണറല്ല, അവകാശിയാണ്. ഇതും സഭകളിൽ വായിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു റോങ് അണ്ടർസ്റ്റാൻഡിങ്, റോങ് ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ എവിടെ ഇട്ടോ അവിടെ മാത്രമേ കല്ല് വെച്ച് പൊക്കാൻ പറ്റൂ. ഹല്ലേലൂയ. തെറ്റായ ഫൗണ്ടേഷൻ ഇട്ടാൽ പിന്നെ അവിടെ കല്ല് വെച്ച് പൊക്കാൻ പറ്റത്തില്ല. അപ്പോൾ തെറ്റായ ഫൗണ്ടേഷൻ 2-ാം നൂറ്റാണ്ടും 3-ാം നൂറ്റാണ്ടൊക്കെ പിശാച് ഇടിപ്പിച്ചത് കൊണ്ട് ഇനി ഈ വചനങ്ങളൊന്നും വായിക്കാനേ പറ്റത്തില്ല. ഹല്ലേലൂയ. ക്രിസ്തു ഓണറല്ല, അവകാശി. അപ്പം നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കുക, എന്താണ് തെറ്റായ ഫൗണ്ടേഷൻ? കാരണം ക്രിസ്തുവും പിതാവും തുല്യരാണ് എന്ന ഫൗണ്ടേഷനാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവകാശിയും ഉടമസ്ഥനും തുല്യരാ. അവർ തുല്യരാണ് ഒരു കാര്യത്തിൽ, ദൈവം എന്ന കാറ്റഗറിയിൽ അവർ തുല്യരാണ്. ഹല്ലേലൂയ. അപ്പനും മകനും തുല്യരാണ് മനുഷ്യരിൽ, മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ. ഹല്ലേലൂയ. സെയിം ഇമേജ് ആണ്, സെയിം പ്രതിമയാണ്, യാതൊരു വ്യത്യാസമില്ല. ഇതാ ഞാനും എൻ്റെ മകനും തുല്യരാണ്. ഏത് കാറ്റഗറിയിൽ? ഇമേജിൽ, മനുഷ്യൻ എന്ന കാറ്റഗറിയിൽ. ഞാനും മനുഷ്യനാണ്, എൻ്റെ മകന് മനുഷ്യനാണ്. പക്ഷെ ബാക്കി ഒന്നിലും തുല്യരല്ല. ബാക്കി ഞങ്ങളുടെ ഹൈറ്റിൽ തുല്യരല്ല, ഞങ്ങളുടെ കളറിൽ തുല്യരല്ല, ഞങ്ങളുടെ സമ്പത്തിൽ തുല്യരല്ല, ഞങ്ങളുടെ ജ്ഞാനത്തിൽ തുല്യരല്ല. അപ്പോൾ ഇതേപോലെ തന്നെ സ്വർഗീയ പിതാവും ക്രിസ്തുവും തുല്യരാണ് ദൈവം എന്ന നിലയിൽ. ഹല്ലേലൂയ. ഞാനും എൻ്റെ മകനും തുല്യനാണ് മനുഷ്യൻ എന്ന നിലയിൽ. എന്നാൽ ഞാൻ ഓണറാണ്, എൻ്റെ മകൻ ഓണറല്ല.
അവകാശിയാണ്. ഇവിടെ സ്വർഗസ്ഥ പിതാവ് ഓണറാണ്, ക്രിസ്തു ആ ഓണറിന്റെ സകലത്തിലും അവകാശിയാണ്. മനസ്സിലായോ? ഇത് ഞാനല്ല പറയുന്നത്, വിശുദ്ധ ബൈബിളാണ് പറയുന്നത്. സകലത്തിലും അവകാശിയാണ്. ഹല്ലേലൂയ. അപ്പോൾ ബൈബിൾ പറയുന്നത് വിശ്വസിക്കുക, തെറ്റായ ഫൗണ്ടേഷനുകളിൽ പണിയാതിരിക്കുക. തുടർന്ന് ഇനി ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും ആ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരാകാൻ മുൻ നിയമിച്ചു. അങ്ങനെ നമ്മൾ ആ ക്രിസ്തുവിൻ്റെ സഹോദരന്മാരായാൽ ഈ യേശുവിൻ്റെ അവകാശത്തിന് എന്നാ പറ്റും? അവകാശം ഡിവൈഡ് ചെയ്യണം. ഹല്ലേലൂയ. ഡിവൈഡ് ചെയ്യണം. ഹല്ലേലൂയ. കൂട്ടവകാശമായി തീരും. യേശുവോട് ചേർന്ന് കൂട്ടവകാശമായി തീരും. വിശുദ്ധ ബൈബിൾ അത് തന്നെയാണ് റോമ 8:17 പറയുന്നത്. നാം അപ്പൻ്റെ അവകാശികളും യേശു ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളുമായി തീരുക. ഹല്ലേലൂയ. ഇതും ഒരുപക്ഷെ സഭകളിൽ വായിക്കാൻ പറ്റത്തില്ല, കാരണം റോങ് ഫൗണ്ടേഷൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, വിശുദ്ധ ബൈബിൾ വിശ്വസിക്കുക. ആസ് ഇറ്റ് ഈസ് വിശ്വസിക്കുക. കറക്റ്റായിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് വരും. തെറ്റായി വിശ്വസിച്ചാൽ റിസൾട്ട് വരത്തില്ല. ഹല്ലേലൂയ. ഒരു സ്കൂട്ടറിൽ പല ഗിയറുകളുണ്ട്. ആ ഗിയറുകളൊക്കെ ഫിറ്റ് ചെയ്യേണ്ട സ്ഥാനത്ത് ഫിറ്റ് ചെയ്താലേ അത് ടയർ കറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ കറങ്ങത്തില്ല. എന്നാൽ നമ്മളിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഗിയറല്ല, ഗിയറിന് പകരം സത്യം എന്ന ചിന്തകളാണ് ഫിറ്റ് ചെയ്യേണ്ടത്. കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞു, സത്യം നിങ്ങൾ ഗിയർ തിരിച്ചറിയുമ്പോഴല്ല, സത്യം നിങ്ങൾ തിരിച്ചറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇതാണ് സത്യം. വിശുദ്ധ ബൈബിളിലെ വേദപുസ്തകത്തിലെ സത്യം. ഇതെടുത്ത് നീ ഫിറ്റ് ചെയ്യണം. നീ യേശുവിൻ്റെ സഹോദരനാകാൻ, ദൈവത്തിൻ്റെ മകനാകാൻ, യേശുവിൻ്റെ കൂട്ടവകാശിയാകാൻ, ദൈവത്തിൻ്റെ അവകാശിയാകാൻ ദൈവം നിന്നെ മുൻ നിയമിച്ചിരിക്കുന്നു. വായിക്ക് റോമ 8:17. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. മനസ്സിലായോ? ദൈവത്തിന്റെ വചനം പറയുന്നു നാം മക്കളെങ്കിൽ. അപ്പൊ മക്കളാകണം. ഹല്ലേലൂയ. ഇന്ന് മക്കളാകാൻ അധികാരം കിട്ടിയിട്ടുള്ളത്. യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ 1:12 പറയുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവത്തിൻ്റെ, ഏതാണ് ഏവരും? മനുഷ്യരായ ഏവർക്കും ദൈവത്തിൻ്റെ മക്കളാകാൻ അധികാരം കിട്ടിയിരിക്കുന്നു. മനസ്സിലായോ? ഒരു MBBS എൻട്രൻസ് എഴുതി MBBS പഠിക്കാൻ ചേർന്നതുപോലെയാണ് ഡോക്ടറാകാൻ അധികാരം കിട്ടിയിരിക്കുക, അവസരം കിട്ടിയിരിക്കുക. അതേപോലെ ദൈവത്തിൻ്റെ മക്കളാകാനുള്ള അവസരം നമുക്ക് കിട്ടിയിരിക്കുക, അധികാരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ നാം പഠിച്ച് ജയിച്ചാൽ, വെളിപ്പാട് 21:7 പറയുന്നത് പോലെ, ജയിക്കുന്നവൻ ഇത് അവകാശമായി കിട്ടും. ജയിച്ചാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നാം ക്രിസ്തുവിൻ്റെ അവകാശികളല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. ക്രിസ്തുവിൻ്റെ അവകാശികളല്ല, ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അവകാശികളും. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവോട് ചേർന്ന് കൂട്ട് അവകാശികളുമാകുന്നു. ഇതാ എല്ലാ സഭക്കാരെയും ദൈവദാസന്മാരെയും സ്നേഹിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ വചനങ്ങൾ നിങ്ങൾ സഭയിൽ വായിക്കണം. ഇതാണ് സുവിശേഷത്തിൻ്റെ പ്രമുഖ ഭാഗം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ മക്കളായി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി തീർന്നു. ഇതിങ്ങനെ അല്ലെങ്കിൽ ദയവ് ചെയ്ത് വിശുദ്ധ ബൈബിളിലൂടെ എന്നെ തിരുത്തണമെന്ന് ഞാൻ നിങ്ങളോട് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഇനി അങ്ങനെ തിരുത്താൻ കഴിയുന്നില്ലെങ്കിൽ ഇതാണ് സത്യമല്ലോ, ഇത് നമ്മളുടെ സഭകളിൽ പഠിപ്പിക്കണം. ഹല്ലേലൂയ. പിശാചിന് വീണ്ടും ഈ മക്കളെ ഇരകളാക്കി കൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ വയറ് നിറയ്ക്കാനായിട്ട് ഇതാ ഈ മക്കളെ ഇരകളാക്കി കൊടുക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബം മനുഷ്യരുടെ പാപം കൊണ്ടല്ല നമ്മൾ ഉപജീവനം കഴിക്കേണ്ടത്, പകരം ദൈവത്താൽ നാം ഉപജീവനം കഴിക്കണം. ഹല്ലേലൂയ. ഈ മനുഷ്യരെ, പാപികളായ മനുഷ്യരെ നീതിമാന്മാരാക്കിയാൽ, ഇതാ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ നീതി നമ്മുടെ മുമ്പേ കടന്നു പോവുകയും യേശുക്രിസ്തു പറഞ്ഞതുപോലെ എന്ത് തിന്നും എന്ത് കുടിക്കുകയും എന്ത് കൊടുക്കുമെന്നല്ല, മുമ്പേ ദൈവരാജ്യം അന്വേഷിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ചേർത്ത് നൽകപ്പെടുവാനായിട്ട് ഇടയാകും. ഒന്നുകൊണ്ട് തളരേണ്ട, മറ്റൊന്നും നോക്കേണ്ട, ദൈവത്തെ മാത്രം നോക്കി ദൈവത്തിൻ്റെ വചനം ആസ് ഇറ്റ് ഈസ് ലോകത്തോട് വിളിച്ചു പറയുക, നീ നിത്യം നിലനിൽക്കും. അത് ജീവനുള്ള പ്രത്യാശയാ, ജീവനുള്ള പ്രത്യാശ. ബാക്കി ഇവിടെ കിട്ടുന്ന എല്ലാ പ്രത്യാശയും, ഇതാ നിനക്ക് പ്രസംഗിക്കാൻ കിട്ടുന്ന അവസരം, അതും ജീവനുള്ള പ്രത്യാശയല്ല. അത് നീ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ആളുകളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നതാണ്. എന്നാൽ ജീവനുള്ള പ്രത്യാശ എന്ന് പറയുന്നത് ജയം പ്രാപിച്ച് ദൈവത്തിൻ്റെ മക്കളായി തീരുക എന്നുള്ളതാണ്. നാം വചനത്തിൽ കൂട്ടിയേർക്കുന്നവരായാൽ സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നമ്മളെ ജയം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരികയില്ല എന്ന് മനസ്സിലാക്കണം. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവരുടെ ദൈവം വയറ്, അവർ ലജ്ജയായതിൽ മാനം തോന്നുന്നു. അവരുടെ അവസാനം ജീവനുള്ള പ്രത്യാശയല്ല, നാശം.
അതുകൊണ്ട് ആ കൂട്ടത്തിൽ ആരും കടന്നു വരരുതെന്ന് ഞാൻ എല്ലാ ദൈവദാസന്മാരുടെ ദൈവ മക്കളോട് താഴ്മയോടുകൂടെ അപേക്ഷിക്കുകയാണ്. ദൈവം നമുക്ക് ഏൽപ്പിച്ച ഈ സമയമുണ്ടല്ലോ, മാക്സിമം സോളുകളെ കുടുക്കുന്നവരായിട്ടല്ല, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞവരെ കുടുക്കുകയല്ല വേണ്ടത്, പകരം രക്ഷിക്കപ്പെട്ട അവരെ ദൈവരാജ്യത്തിൽ എത്തിക്കാൻ അവരെ സഹായിക്കുകയാണ് വേണ്ടത് ഈ നാളുകളിൽ. ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതാ സുവിശേഷം എന്തെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നെയും നിങ്ങളെയും ദൈവത്തോടു കൂടെ ദൈവ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഗൃഹനാഥ സ്ഥാനത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന മക്കളായി തൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ദൈവത്തിൻ്റെ വീട്ടുകാരാകാൻ വിളിച്ചിരിക്കുന്ന സന്ദേശമാണ് സുവിശേഷം. ഇന്ന് ഞാനും നിങ്ങളും മരണമുള്ള മനുഷ്യൻ്റെ വീട്ടുകാരാണ്. എന്നാൽ മരണമുള്ള മനുഷ്യൻ്റെ വീട്ടുകാർക്ക് മരണമില്ലാത്ത ദൈവത്തിൻ്റെ വീട്ടുകാരാകാൻ, സ്വർഗീയ പിതാവിങ്കിലേക്ക് പ്രവേശിപ്പാൻ നമ്മളെ വിളിച്ചിരിക്കുന്നതാണ് സുവിശേഷം. എഫേസ്യ ലേഖനം 2:18-19 നമുക്ക് ഇത് കാണുവാനായിട്ട് കഴിയും. ഓ ഫാദർ, വി താങ്ക് യു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ഹല്ലേലൂയ. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ എങ്ങോട്ട് പ്രവേശനമുണ്ട്? പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അപ്പൊ നമ്മൾ എങ്ങോട്ടാ പ്രവേശിക്കേണ്ടത്? യേശുക്രിസ്തുവിന്റെ പിതാവും യേശുക്രിസ്തുവിന്റെ ദൈവവുമായവന്റെ അടുക്കലേക്ക് നമ്മൾ പ്രവേശിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. മനസ്സിലായോ? നമ്മുടെ ആരംഭം അതിനുവേണ്ടി ക്രിസ്തുവിലാണ്. ക്രിസ്തു എന്ന മൂലക്കല്ലാണ്. അതാണ് പറഞ്ഞത് അവൻ മുഖാന്തരം. അതായത് ക്രിസ്തു മുഖാന്തരം നമുക്ക് പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. അങ്ങനെ പിതാവിങ്കിലേക്ക് പ്രവേശിച്ചാൽ നാം ആരായിത്തീരും? താഴെ, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ദൈവത്തിൻ്റെ വീട്ടുകാർ. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു നോക്കിയേ, ദൈവത്തിൻ്റെ വീട്ടുകാർ. ഹല്ലേലൂയ. ഒന്നുകൂടി പറഞ്ഞു നോക്കിയേ, ദൈവത്തിൻ്റെ വീട്ടുകാർ. അപ്പം മരണമുള്ള മനുഷ്യൻ്റെ വീട്ടിൽ നിന്ന് ആരാകാൻ പോവുക? മരണമില്ലാത്ത ദൈവത്തിൻ്റെ വീട്ടുകാരാകാൻ പോവുക. ഹല്ലേലൂയ. ഇതാ സുവിശേഷം. ദൈവത്തിൻ്റെ വീട്ടുകാരായി തീരുക, ദൈവത്തിൻ്റെ വീട്ടുകാരായി തീരുക. ദൈവത്തിൻ്റെ വീട്ടിലെ വേലക്കാരല്ല, ദൈവത്തിൻ്റെ മക്കളായി തീരുക. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ജയിക്കുന്നവൻ ദൈവത്തിൻ്റെ മകൻ. ഹല്ലേലൂയ. ഇത് ആയിത്തീരുക. അപ്പോൾ വ്യക്തതയോടെ മനസ്സിലാക്കണം. ഇനി വായിച്ചേ, ഒന്നുകൂടി ഓർപ്പിക്കാം. ഹെബ്രായ ലേഖനം 3:6. ക്രിസ്തുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായിട്ട് തന്നെ. അപ്പോ ക്രിസ്തു അവകാശി മാത്രമല്ല, ആരും കൂടെയാണ്? അധികാരിയാണ്. അതുകൊണ്ടാണ് യേശുവിനെ നാം കർത്താവേ എന്ന് വിളിക്കുന്നത്, ലോർഡ് എന്ന് വിളിക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ദൈവം എന്നല്ല, ദൈവത്തിനെയും കർത്താവെന്ന് വിളിക്കും, എല്ലാ തലകളെയും കർത്താവെന്ന്. കർത്താവെന്ന് പറഞ്ഞാൽ ഹെഡ്ഷിപ്പ് എന്നർത്ഥം. ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന് പറയുന്നത്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, വീട്ടിലെ ഹെഡ്, അതാണ് പിതാവ്. പിതാവിനെ കർത്താവേ എന്നാണ് വിളിക്കുന്നത്. ഹല്ലേലൂയ. സ്കൂളിലെ ഹെഡ് മിസ്ട്രസിനെ കർത്താവേ എന്നാണ് വിളിക്കുന്നത്, ഹെഡാണത്. ഹല്ലേലൂയ. കോളേജിലെ പ്രിൻസിപ്പാളിനെ കർത്താവേ എന്നാണ് വിളിക്കുന്നത്. സാറ അബ്രഹാമിനെ കർത്താവേ എന്നാണ് വിളിച്ചിരുന്നത്. എൻ്റെ യജമാനനെ, മൈ ലോർഡ്, മൈ അഡോണായ്, മൈ കുരിയോസ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് എല്ലാവരെയും വിളിക്കും, എല്ലാ ഹെഡുകളെയും വിളിക്കും. യേശുവിനെ വിളിക്കും, ഇതാ അബ്രഹത്തെ വിളിക്കും, സ്വർഗസ്ഥ പിതാവിനെ വിളിക്കും. അതുകൊണ്ട് ആരെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. കർത്താക്കന്മാർക്ക്, എല്ലാ കർത്താക്കന്മാർക്കും മുകളിലുള്ള കർത്താവാണ് സ്വർഗസ്ഥ പിതാവ്. അതിൻ്റെ കീഴെയുള്ള സ്വർഗസ്ഥ പിതാവിൻ്റെ ബോഡിയായ നമ്മുടെ കർത്താവാണ് യേശു കർത്താവ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയാണ്, ക്രിസ്തുവോ അവൻ്റെ ഭവനത്തിന് കർത്താവാണ്, അധികാരിയായ പുത്രനാണ്. അധികാരി, എല്ലാം മാനേജ് ചെയ്യുന്ന മാനേജർ. താഴേക്ക്. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ അവന്റെ ഭവനമാകുന്നു. മനസ്സിലായോ? നാം ഈ പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ, തുടങ്ങിയത് കൊണ്ട് മാത്രം കാര്യമില്ല,
അവസാനത്തോളം. ഇടയ്ക്ക് വെച്ച് നീ പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഹൃദയത്തിന് നിന്നിൽ പ്രസാദമില്ല. അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ നാം ദൈവത്തിൻ്റെ ഭവനമായി മാറും. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ ഭവനമായി മാറും. അവസാനത്തോളം പിടിച്ചു കൊള്ളണം. ഹല്ലേലൂയ. നാം ദൈവത്തിൻ്റെ ഭവനം. നമ്മെ കാണുന്നവൻ ദൈവത്തെ കാണും. കാരണം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതാരാ? ദൈവമാ. നാം ദൈവത്തിൻ്റെ ഭവനമായി മാറും. അവസാനത്തോളം പിടിച്ചു കൊള്ളണം. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊന്നും മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ദൈവത്തോട് ഒരുമിച്ച് താമസിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ദൈവത്തോട് ഒരുമിച്ച് ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ കുടുംബക്കാരായി താമസിക്കുന്നതിൻ്റെ പേരാണ് സുവിശേഷം. ഇവരെ ആ സ്പിരിറ്റ് മാറിപ്പോയി. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയുള്ളതാ, പക്ഷെ ഇവിടെ സ്പിരിറ്റ് മാറി കിടക്കുന്നത് കൊണ്ട് ഇവർ ഗ്യാലറിയിൽ നിന്ന് കളി കാണുന്നവരെ പോലെ ഇരിക്കത്തേ ഉള്ളൂ, മിണ്ടത്തില്ല. മനസ്സിലായി? ഇപ്പോൾ ഏതെങ്കിലും ഒരു ദേവദാസൻ കളത്തിലിറങ്ങി ഇവരോട് യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവരൊരെണ്ണം ഈ ദേവദാസനോട് ചേരത്തില്ല. ഇവരെല്ലാം ഇങ്ങനെ കളി കണ്ടുകൊണ്ടിരിക്കും. ഈ ദേവദാസൻ അവരെല്ലാം കൂടി അടിക്കണത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. മനസ്സിലായ? എന്നിട്ടാണ് അവരാ തീരുമാനം എടുക്കാൻ വേണ്ടി ഇരിക്കണേ. ഇത് ഏതാ ശരി, ഏതാ ശരി. ഇതുവരെ അകത്തുനിന്നൊരു ബോധ്യം അവർക്കുണ്ടായിട്ടില്ല. ഏതാ ശരിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഈ ദേവദാസൻ തോക്കുവോ എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കിക്കൊള്ളാം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ മനുഷ്യപുത്രൻ വിത്ത് വിതച്ചു. വിതച്ചത് രാജ്യത്തിൻ്റെ പുത്രന്മാർ. മനുഷ്യർ ഉറങ്ങിയപ്പോൾ ദുഷ്ടൻ വന്ന് അവിടെ വീണ്ടും വിതച്ചു. അതേ കണ്ടത്തിൽ വിതച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോളണം, അതേ കണ്ടത്തിൽ വിതച്ചു. വിതച്ചപ്പോൾ ദുഷ്ടൻ വിതച്ചത് രാജ്യത്തിൻ്റെ പുത്രന്മാരെ അല്ല, പിശാചിൻ്റെ, ദുഷ്ടൻ്റെ മക്കളെ. ഹല്ലേലൂയ. അപ്പോൾ ഒരു കണ്ടത്തിൽ രണ്ടും കൂടി വരികയാണ്. തിരിച്ചറിയാൻ പറ്റൂല. രണ്ടും നോക്കിയാൽ ഒരേപോലെ ഇരിക്കും. രണ്ടും ഒരേപോലെ ഇരിക്കും. ഹല്ലേലൂയ. രണ്ടും ഒരേപോലെ ഇരിക്കും. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. ഹല്ലേലൂയ. നീ ഒരു ദൈവവചനം പറഞ്ഞാൽ, സത്യത്തിൽ പറഞ്ഞാൽ, അതേപോലത്തെ വേറെ വചനം ഉടനെ അവൻ ഇറക്കിയിടും. രണ്ട് അതേപോലത്തെ വേറെ ഒരെണ്ണം അവൻ ഇറക്കിയിടും. ഒരെണ്ണമല്ല, അവൻ അനേകം ഇറക്കും. അപ്പോൾ അനേകത്തിൻ്റെ ഇടയിൽ നിന്ന് ഒരു സത്യത്തെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. ഹല്ലേലൂയ. പിശാചിൻ്റെ തന്ത്രമാണ്. ഒന്ന് വായിച്ച ആ ഭാഗം. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട്. മത്തായി 13:24 മുതൽ. അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്ന് ഗോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ചു പോയി കളഞ്ഞു. കണ്ടോ? ഇതാണ് പിശാചിൻ്റെ തന്ത്രം. ഇതാണ് പിശാചിൻ്റെ തന്ത്രം. അതിൻ്റെ ഇടയിൽ അതേപോലത്തെ തന്നെ വേറെ വിത്ത് വിതയ്ക്കും. പക്ഷെ വിത്ത് വേറെയാന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഇത് പിശാചിൻ്റെ തന്ത്രമാണ്. ഇപ്പം രണ്ട് വിത്തുണ്ട് അവിടെ, തിരിച്ചറിയാൻ പറ്റില്ല. രണ്ട് വിത്തുണ്ട്. ഇനി തിരിച്ചറിയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ വിതച്ചത് ആരാന്ന് നോക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഫലം വരുമ്പോഴേ ഇനി തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഫലം വരുമ്പോഴേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻ എൻ്റെ താഴെ പറയുന്നുണ്ട്. നല്ല വിത്ത് ആരാണ്, കള വിതച്ചത് ആരാണ് എന്നൊക്കെ. അത് വായിച്ചേ. ഞാറ് വളർന്ന് കതിരായപ്പോൾ. വചനം പറഞ്ഞു വായിക്കേ. 26, മത്തായി 13:26. ഞാറു വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ. അതല്ല താഴെ അതിന്റെ എക്സ്പ്ലനേഷൻ 38 ആ ഭാഗം നോക്കിയേ. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ 37 മുതൽ. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ച ശത്രു പിശാച്. അത് വിതച്ച ശത്രു പിശാച്. കണ്ടോ? അപ്പൊ പിശാച് അതേ ലോകമാകുന്ന കണ്ടത്തിൽ എന്ത് വിതച്ചു? അവന്റെ പുത്രന്മാരെ വിതച്ചു. ഹല്ലേലൂയ. ലോകമാകുന്ന കണ്ടത്തിൽ പിശാചിന്റെ മക്കളെ വിതച്ചു. യേശു ക്രിസ്തു ഇതാ രാജ്യത്തിന്റെ പുത്രന്മാരെ വിതച്ചു. അപ്പോൾ ഒരു കണ്ടത്തിൽ എത്ര ടൈപ്പ് ആളുണ്ട്? 2 ടൈപ്പ് ആളുണ്ട്. മനസ്സിലായോ? രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. തിരിച്ചറിഞ്ഞോളണം. രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. ഈ ലോകത്തിലെ മനുഷ്യരിൽ 2 ടൈപ്പ് ആളുകളുണ്ട്. രണ്ടും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. യേശു കർത്താവ് പറഞ്ഞു, അവരെങ്ങനെയാണ് വരുന്നതെന്നറിയാമോ?
ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ ഇടയിൽ കിടക്കും. ഹല്ലേലൂയ. അവരുടെ വേഷം ആടുകളുടെ വേഷമായിരിക്കും. ബ്രദറിൻ്റെയും സിസ്റ്ററിൻ്റെയും പാസ്റ്ററുടെയും അച്ഛൻ്റെയും ഒക്കെ വേഷമായിരിക്കും. ആടുകളുടെ വേഷം ധരിച്ച് നിങ്ങളുടെ ഇടയിൽ കിടക്കും. അവരുടെ ഫലങ്ങളാൽ, മത്തായി 7-ാം അധ്യായത്തിൽ നമുക്കത് കാണാം. അതിൻ്റെ 13, 14, 15 താഴേക്ക്, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. കാരണം വിത്ത് നോക്കിയാൽ മനസ്സിലാവൂല, പുറം നോക്കിയാൽ മനസ്സിലാവൂല, അകത്ത് ആള് മാറിക്കിടക്കുക, സ്പിരിറ്റിൽ സംഭവം മാറിക്കിടക്കുക. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചേ. മത്തായി 7:15 മുതൽ. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. മനസ്സിലായോ? അകം മാറ്റമുണ്ട്. അകം കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. ദുഷ്ടം വിതച്ച മക്കളായി വന്നേക്കണേ. പക്ഷെ വേഷം പാസ്റ്ററുടെ വേഷമാണ്, വേഷം അച്ഛൻ്റെയാണ്, വേഷം ബ്രദറിൻ്റെയാണ്, സിസ്റ്ററുടെയാണ്. അവരുടെ ഫലം നോക്കിയേ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. കാരണം ഒറിജിനൽ പറഞ്ഞാൽ അവർക്ക് ഉടനെ അവരുടെ അകത്തുള്ള പിശാച് ഇളകും. ഒറിജിനൽ കേട്ടാൽ അവർ പിശാച് ഇളകും. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അത് നിങ്ങൾ അകത്ത് ഒറിജിനലായി കാര്യങ്ങൾ, ഇത് ഒറിജിനലായവർക്ക് ഇത് അകത്ത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും. പക്ഷെ അവരിത് പുറത്ത് പറയുമ്പോൾ ഒറിജിനൽ അല്ലാത്തതിന് ഇളകും. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കി, എന്നിട്ട് പറയും ഇത് ദുരുപദേശമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ ബ്രദറെ, എൻ്റെ സിസ്റ്ററെ, എൻ്റെ പാസ്റ്ററെ, അച്ചോ, ഇത് ബൈബിളിലെ ഏത് വചനപ്രകാരമാണ് ദുരുപദേശം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് വ്യക്തതയോടെ ചോദിക്കുക. അവർ പറയും ഞാൻ ഇന്നയാളോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയാൽ പിന്നെ മേലെ അവരവിടെ കാണത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചോളണം, വചനം നോക്കി കാര്യങ്ങളെ ഉറപ്പാക്കുക. ഒരു കാര്യം എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചറിയുക, ആദ്യം തന്നെ ബേസാ, നിങ്ങൾ ഒറിജിനൽ യേശുക്രിസ്തുവിനാൽ ജനിച്ചിരിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തു പറയുന്നു ഇന്ന തെളിവ് നിങ്ങളുടെ അകത്തുണ്ടാകും. എന്നാന്നറിയോ? പല പ്രാവശ്യം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാന്നറിയോ? അറിയില്ല അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37, 38 താഴേക്ക് വായിക്കാൻ എഴുതിയിരിക്കുക. ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിവസം യേശുക്രിസ്തു ഇതേപോലെ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനല്ല എൻ്റെ അടുക്കൽ വരട്ടെ, അവർ ജീവജലത്തിൻ്റെ നദിയിൽ നിന്ന് സൗജന്യമായി കുടിക്കട്ടെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളത്തിൽ നിന്ന്, ചെന്നായല്ല പുറത്തേക്ക് വരുന്നത്, ജീവജലത്തിൻ്റെ നദികൾ പുറത്തിറങ്ങും. മനസ്സിലായോ? അപ്പോൾ ചെന്നായ പുറത്തിറങ്ങുന്നവരുണ്ട്, ജീവജലത്തിൻ്റെ നദികൾ പുറത്തിറങ്ങുന്നവരുണ്ട്. ജീവജലത്തിൻ്റെ നദികൾ പുറത്തിറങ്ങുന്നതാണ് ഒറിജിനൽ. ഇത് പുറം നോക്കി പിടിക്കേണ്ട, അകത്തുനിന്ന് പിടിക്കാൻ പറ്റും. ഹല്ലേലൂയ. നിങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യം അവരോട് പറയുമ്പോൾ അവർ ചെന്നായാണെങ്കിൽ ചെന്നായായിട്ട് ചാടും. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ദൈവമക്കളാണെങ്കിൽ ദൈവവചനം കേട്ടാൽ ഒതുങ്ങും. മനസ്സിലായോ? അല്ല, എത്ര കൊമ്പനായിട്ടിങ്ങ് വന്നാലും ദൈവവചനം പറഞ്ഞാൽ ഒതുങ്ങും. അല്ല, അകത്ത് ചെന്നായാണെങ്കിൽ അവൻ ചാടും. ഫലം നോക്കി വൃക്ഷത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിയും. വായിച്ചാട്ടെ. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കേട്ടോ? എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ വിശ്വസിക്കുന്നവനെ പുറത്തെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ, ഉള്ളിൽ നിന്ന് അറിയാൻ പറ്റും. ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പിടുത്തം കിട്ടിയ സഹോദരങ്ങളെ, പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. അതിൻ്റെ അകത്തുനിന്ന് എന്തെങ്കിലും പറയുമ്പോൾ ചെന്നായാണ് ഒഴുകുന്നതെങ്കിൽ ഇതാ ഇന്നിപ്പോൾ ഇന്നത്തെ കാലയളവിൽ കമൻറ്റുകൾ വരും. കമൻസ് യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ താഴെ നമുക്ക് ചില കമൻറ്റുകൾ കണ്ടാൽ മനസ്സിലാവും, അയ്യോ ഇത് ചെന്നായാണല്ലോ, ഇത് ചെന്നായാണല്ല. അതിന് വിളിക്കണ യടാ ഡാഷ് ഡാഷ് എന്നൊക്കെ പറഞ്ഞാണ് അടിയിൽ കമൻ്റ് എഴുതുന്നത്. നമുക്ക് മനസ്സിലാവും ഉടനെ തന്നെ ഇത് ചെന്നായിയാണ്, വേറെ ആരുമല്ല. മനസ്സിലാകുന്നുണ്ടോ? അകത്തുനിന്ന് ജീവജല നദിയല്ല ഒഴുകിയത്, ഒഴുകുന്നത് കടിച്ചു കീറുന്ന ചെന്നായിട്ടുള്ള വാക്കുകളാണ് ഒഴുകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണും ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ അധരത്തെയും വ്യാജം പറയാതെ തൻ്റെ നാവിനെയും സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അവർക്ക് നോട്ടമില്ല. കാരണം അവർക്ക് ഇതൊന്നും ഇല്ലല്ലോ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ കളയെ എന്ത് ചെയ്യും? സുവിശേഷം
സുവിശേഷം പറഞ്ഞ് അതിനെ വീണ്ടും പറഞ്ഞ് ധ്യാനിപ്പിച്ച് അതിനെ കളയെ ഗോതമ്പാക്കുമെന്നല്ല പറഞ്ഞ്. കാരണം എന്ത് ചെയ്താലും ഒരു കളയെയും ഗോതമ്പാക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞ കളയെ വെട്ടിക്കൂട്ടി തീയിലിട്ട് ചുട്ടുകളയുമെന്നാ പറഞ്ഞ. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക, റൈറ്റായിട്ട് കാര്യങ്ങളെ തിരിച്ചറിയുക. രണ്ടിൻ്റെയും ഡെസ്റ്റിനേഷൻ വേറെയാ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു ഗോതമ്പ് കളപ്പുരയിൽ ശേഖരിക്കും, കള വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. പിന്നെ ഗോതമ്പായിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് കളയുടെ ഫലം വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളെയും വെട്ടി തീയിലിട്ട് കളയേണ്ടി വരും. പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയ നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരും. നമുക്ക് വേണ്ടി ഒരുക്കിയതല്ല, പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയതാ, അതിലേക്ക് പോകേണ്ടതായിട്ട് വരും. പിന്നെ കളയ്ക്ക് നല്ല വിത്തിന് എല്ലാം ഒരേ റിസൾട്ട് ഉണ്ടാകണമെന്നില്ല. അതും വേരിയേഷൻ ഉണ്ടാവും. ചിലത് 30, ചിലത് 60, ചിലത് 100. എത്രത്തോളം ദൈവവചനത്തോട് നാം അനുസരണമുള്ളവനാണോ അത്രത്തോളം നമുക്ക് റിസൾട്ട് കിട്ടും. എത്രത്തോളം ദൈവം തന്ന സമയം നമ്മൾ ഉദ്ധരിച്ചെടുത്ത് ദൈവത്തിന് കൊടുക്കുന്നുവോ അതനുസരിച്ചിരിക്കും നമ്മുടെ സമ്പത്ത്. നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ പലർക്കും പല ലെവലിലാണ് സമ്പത്ത്. അതിൻ്റെ കാരണം എന്താ? 1 അവർ പഠിച്ചത്, 2 അവർ ചെലവാക്കുന്ന സമയം. നിങ്ങൾക്ക് വേണമെങ്കിൽ 16 മണിക്കൂർ ഉറങ്ങാം, 2 മണിക്കൂർ ഭക്ഷണം കഴിക്കാം, ബാക്കി കുറച്ച് നേരം പണിയെടുക്കാം. നിങ്ങളുടെ സമ്പത്ത് ചെറുതായിരിക്കും, 30 മേനി. അല്ല, നിങ്ങൾക്ക് വേറെ കുറേയും കൂടെ ഇതാ പകുതി സമയം, അതായത് ഏകദേശം 12 മണിക്കൂർ വർക്ക് ചെയ്യാം, ഉറക്കം കുറയ്ക്കാം, കുറച്ചു നേരം കഴിക്കാം. അതായത് നിങ്ങൾ കൂടുതൽ സമയം ഇതിനു വേണ്ടി ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ, നിങ്ങൾ ചിലപ്പോൾ 60 മേയായിരിക്കും കൊയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല, ധാരാളം സമയം വർക്ക് ചെയ്യുന്നു, 16 മണിക്കൂറും 17 മണിക്കൂറും വർക്ക് ചെയ്യുന്നു, കുറച്ചേ നിങ്ങൾ ഉറങ്ങുന്നുള്ളൂ, ധാരാളം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ 100 മേനിയായിരിക്കും കൊയ്യാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇതുകൊണ്ട് ആ വിശുദ്ധ പൗലോസ് നമ്മളെ കുരുക്കാൻ വേണ്ടിയല്ലെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല അല്ലേ? പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങളെല്ലാവരും എന്നെപ്പോലെ ആയാൽ നിങ്ങൾക്ക് നല്ലത്. അതെന്താ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങളെല്ലാം എന്നെപ്പോലെ ആയാൽ നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞ് പൗലോസ് പറയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് കുരുക്കിടാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, പ്രോഫിറ്റ് നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോടത് പറഞ്ഞത്. വിവാഹം കഴിച്ചവൻ ഭാര്യയെ എങ്ങനെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞ് ഉള്ള സമയം അവക്ക് വേണ്ടി കളയോ. വിവാഹം കഴിച്ചവൾ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സമയം അവൾക്ക് വേണ്ടി കളയോ. വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള സമയം കർത്താവിനായി കൊടുക്കുക. അവന് 100 മേനി കിട്ടാൻ സാധ്യതയുണ്ട്. പിടുത്തം കിട്ടിയ? ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായ? പിന്നെ വിവാഹം കഴിഞ്ഞവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ജഡത്തിൽ കഷ്ടതയുണ്ടാവും. ഗ്യാരണ്ടി സീല്. ഹല്ലേലൂയ. ഗ്യാരണ്ടി സീലടിച്ചു തന്നിരിക്കുക. ജഡത്തിൽ കഷ്ടതകൾ ഉണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടൊരു സ്റ്റെപ്പ് എടുത്താൽ മതി. ഹല്ലേലൂയ. പല പ്രശ്നങ്ങളാണ്. നേരത്തെ നിന്റെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ അവളുടെ നോക്കണം, അവൻ്റെ നോക്കണം, കുഞ്ഞ് PM എന്ന് കരയുന്നു, അതിൻ്റെ നോക്കണം. അങ്ങനെ എല്ലാ വിഷയങ്ങളും കൂടി വരും. അപ്പോൾ പിന്നെ നിനക്ക് കർത്താവിന് കൊടുക്കാൻ അവസാനിച്ചിരി സമയം ഉണ്ടാവുള്ളൂ. നീ എപ്പോഴും പറയും, ദൈവദാസനേ സമയം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അവളുടെ പ്രശ്നം, അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രശ്നം, അത് കഴിഞ്ഞപ്പോൾ വീട് ചോരണം, അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ പ്രശ്നം, പിന്നെ അവൾ വരുന്നു എന്ന് പറഞ്ഞു, പിന്നെ ഇവൾക്ക് സമയമില്ല കൊണ്ട് ഇവളെ കൊണ്ടയാക്കാൻ ഞാൻ പോകുന്നു. എൻ്റെ ദൈവമേ, സമയം പോണ പോക്കേ. ഹല്ലേലൂയ. ദൈവം തന്ന നല്ല സമയം ലോകം അങ്ങ് പിടിച്ചെടുക്കുകയാണ്. മനസ്സിലായ? ചെയ്യാതിരിക്കാൻ പറ്റുമോ? ചെയ്യാതിരിക്കാൻ പറ്റുമോ? കല്യാണം കഴിച്ചു പോയില്ലേ? ഹല്ലേലൂയ. ചെയ്തേ പറ്റൂ. കടമകൾ ചെയ്തേ പറ്റൂ. ചെയ്യണമെങ്കിൽ എന്ത് വേണം? സമയം എന്ന കറൻസി വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങൾ, എല്ലാം നല്ല രീതിയിൽ ബാലൻസ് ആയിട്ട് ദൈവം എങ്ങനെ ഗൈഡ് ചെയ്യുന്നോ അതനുസരിച്ച് മാത്രം ചെയ്യുക. ഈ ലോക ജീവിതം ഒരു അല്പസമയമേ ഉള്ളൂ. മാക്സിമം പ്രോഫിറ്റോട് കൂടി പൊക്കോളണം. കഴിഞ്ഞ ദിവസം നിന്നെ ദൈവം കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. ഇപ്പം എനിക്ക് ക്രിക്കറ്റ് കളി വലിയ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിലെ കളിക്കാൻ പോകുമായിരുന്നു. അത് ക്ലാസ് കട്ട് ചെയ്തൊക്കെ പോകുമായിരുന്നു. ഹല്ലേലൂയ. തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു ഒട്ടോളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഈ വലിയ വലിയ കളിക്കാരൊക്കെ വരും. അപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറ ബോയ്സിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ക്ലാസ് കട്ട് ചെയ്ത് അവിടെ കളി കാണാൻ പോകും. അപ്പോൾ അശ്രദ്ധീനൊക്കെ അവിടെ വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ കളി കാണാൻ പോകും. കളി കണ്ടെങ്കിൽ ഇരിക്കും. അപ്പോൾ കർത്താവ് എന്നെ കാണിച്ചു തന്നത്, ഈ
ബാറ്റ്സ്മാൻമാർ ഔട്ടായിട്ട് വരുന്നൊരു രംഗമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ മുഖമൊക്കെ വല്ലാതെ ഇങ്ങനെ ഔട്ടായിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന രംഗം, ബാറ്റും കഷത്തിൽ പിടിച്ചിങ്ങനെ തിരിച്ചു വരുന്ന കാണാം. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ചില സമയത്ത് 100 അടിച്ചു, പക്ഷെ പിറ്റേ പ്രാവശ്യം ഡെക്ക് അടിച്ചു, 1 അടിച്ചു, മുട്ടയടിച്ചൊക്കെ പോരുക. അപ്പോൾ ആ മുഖം കാണാം. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ആ തിരിച്ചു വരുന്ന വരവുണ്ടല്ലോ, കർത്താവ് എന്നോട് പറഞ്ഞത് ആ തിരിച്ചു വരുന്നില്ല ബാറ്റും വെച്ചോണ്ട്. ഇതേപോലെയാ മോനെ മോളെ നീ ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് വന്നെ. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് നീ കയറി വരൂലേ? മനുഷ്യപുത്രന്മാരെ തിരികെ വാ എന്ന് പറയുമ്പോൾ കയറി വരത്തില്ലേ? വരണ്ടേ? ഇതേപോലെയാണ് നീ തിരിച്ചു വരണേ. ഉള്ള സമയം, നീ ക്രീസിലുള്ള സമയം മാക്സിമം റൺ എടുത്തോളണം. ക്രീസിലുള്ള സമയം മാക്സിമം റൺ എടുത്തോളണം. ക്രീസ് വിട്ട് കഴിഞ്ഞാൽ ഒരു സമയമില്ല, ഇനി റൺ എടുക്കാൻ പറ്റില്ല. ക്രീസിലുള്ള സമയം കൊണ്ട് മാക്സിമം റൺ എടുത്ത് കയറി പോന്നോളണം. മനസ്സിലായോ? ക്രീസിലുള്ള സമയം കൊണ്ട് അവരെ ഇവിടെ അടിയുണ്ടാക്കാൻ പോകരുത്, അവരെ ഇവരുമായിട്ട് സെക്സുവിന് ബന്ധത്തിൽ പോകരുത്, അവരെ ഇവരുമായിട്ട് അവസാനം കോപവും പകയും നിന്നെ ഞാൻ എടുത്തോളാടാന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. അതൊക്കെ ക്രീസിലുള്ളപ്പോൾ അതൊക്കെ വിട്ടിട്ട് മാക്സിമം സ്വർഗത്തിലെ ദൈവത്തെ നിന്നിലൂടെ ഈ ലോകത്ത് പ്രകാശിപ്പിക്കുന്ന വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവെ പോലെ ആയിക്കൊള്ളണം. മനസ്സിലായോ? മാക്സിമം റൺ എടുക്കൊള്ളാം. നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പലരും വരും, നീയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പലരും വരും. അപ്പം നിന്റെ മൈൻഡ് എന്ത് ചെയ്യും? പിടിക്കപ്പെടും. അപ്പം നിന്റെ മൈൻഡ് പിടിക്കപ്പെട്ടാൽ പ്രശ്നം എന്നറിയാമോ? ശ്രദ്ധിച്ചേ, നിന്റെ മൈൻഡ് പിടിക്കപ്പെട്ടാൽ എന്നാ പറ്റുമെന്നറിയാമോ? നീ പിന്നെ ചിന്തിക്കണതൊക്കെ അതായിരിക്കും. ഉറങ്ങുമ്പോൾ ആ ചിന്തയായിരിക്കും, നടക്കുമ്പോൾ ആ ചിന്തയായിരിക്കും. എന്നാലും അയാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ല, എന്നാലും അവൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ല. ഈ സാധനം പോവില്ല, ഇവിടെ കിടക്കും, ഇങ്ങനെ കിടക്ക്. ആക്ച്വലി നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന സാധനം എന്നാണെന്നറിയാമോ? ഇറ്റ്സ് എ ഫാക്ടറി. നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിയാ. ഈ ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നതിന് പകരം അവള് അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ മറ്റവൻ എന്തെങ്കിലും ഇട്ട് തരും. നമ്മൾ അവിടെ ഇട്ടുകൊണ്ട് ഇതിനെ ചിന്തിച്ച് പ്രൊഡക്ഷൻ വേറെയായി, സംഭവം മാറി, പ്രൊഡക്ഷൻ മാറിപ്പോയി. ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ള സമയം മൊത്തം പോകും, മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് ഈ ചിന്ത എന്താണെന്നറിയാമോ? നമുക്കൊരു ഭാരമായി തീരും. അപ്പം നമ്മൾ ഇരുന്ന് പോകും. ഈ ചിന്തിക്കും തോറും മരത്തിൻ്റെ വേര് വളരുന്നത് പോലെയായി സാധനം. നമ്മുടെ അകത്തേക്ക് ഇത് ഇറങ്ങും. അപ്പോൾ ഇതൊരു ഭാരമായി തീരും. കൊച്ചു മരമായി വലിയ കുഴപ്പമില്ലായിരുന്നു, ഇതങ്ങ് മരങ്ങ് വലുതായി വലിയ കനമായി, ഭാരമായി. ഇപ്പോഴാണ് കർത്താവ് പറയുന്നത്, നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക. മനസ്സിലായോ? ആ മനസ്സിന്റെ ഭാരം ഉണ്ടല്ലോ, എൻ്റെ മേലിട്ടോട്ട് നീ ഫ്രീ ആയാലല്ലേ എനിക്ക് നിന്നിലൂടെ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ഉള്ള ഭാരം മുഴുവൻ എടുത്ത് തലയിൽ വെക്കരുത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ചോളണം, നമ്മൾ ഫ്രീ ആയി നിൽക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. ഇപ്പൊ ക്രിക്കറ്റിന്റെ ക്രീസിൽ നിൽക്കുന്ന ഒരുവൻ തലയിൽ വലിയ ചുമടും വെച്ചോണ്ട് ബാറ്റ് പിടിച്ചോണ്ട് എങ്ങനെ അടിക്കാൻ പറ്റുക? ഹല്ലേലൂയ. ചുമടക്കം മാറ്റി നീ റെഡിയാക, നീ റൺസ് എടുക്കുക, റെഡിയാക, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ നീ റെഡിയാക, ക്രിസ്തുവിന്റെ നല്ലൊരു അവയവമായി നീ റെഡിയാക. മനസ്സിലായോ? അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, എല്ലാ ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പ് ഒരു ഓട്ടം വെച്ചിട്ടുണ്ട്. ആ ഓട്ടം ശക്തിയോടെ ചെയ്യണം. പിടുത്തം കിട്ടിയ ഹല്ലേലൂയ. അപ്പോൾ ആളുകളൊക്കെ പല വിഷയവുമായിട്ട് പലയിടത്തും കയറി വരും. ഹല്ലേലൂയ. അതിലേക്കൊന്നും നോക്കരുത്. അവരുടെ അപ്പൻ അവരെ ഏൽപ്പിച്ച പണി അവർ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ അപ്പൻ നമ്മളെ ഏൽപ്പിച്ച പണി ക്രിസ്തുവെ പോലെ നമുക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അനാവശ്യ പണിക്കൊന്നും പോകാതെ ക്രിസ്തു ഏൽപ്പിച്ച പണിക്ക് മാത്രം നമ്മൾ പോകാനായിട്ട് തയ്യാറാകണം. മനസ്സിലാവുന്നുണ്ടോ? അനാവശ്യ പരിപാടികളിലേക്കൊന്നും പോയി കുരുങ്ങാനായിട്ട് പോകരുത്. ഒരിക്കൽ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അത് നല്ലതും കൊണ്ടുവരും ചീത്തയും കൊണ്ടുവരും. കൊടുക്കാൻ വേണ്ടി നല്ലതും വരും ചീത്തയും വരും. അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ എൻ്റെ ആയുസ്സിൽ അങ്ങ് ഇത് വെച്ചിട്ടുള്ളതാണോ അല്ലയോ? അങ്ങ് ഇത് വെച്ചിട്ടില്ലെങ്കിൽ നന്മയ്ക്കും പോകണ്ട, മറ്റൊരു പരിപാടിക്കും പോകണ്ട. നമ്മൾ ശ്രദ്ധിച്ചോളണം. ശ്രദ്ധിച്ച് പലപ്പോഴും യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിന്നോട് കൂടെ ഒരു നാഴിക നടക്കാൻ ആഗ്രഹിക്കുന്നവരോട് എത്ര നാഴിക നടക്കണമെന്ന് നിങ്ങൾ കേട്ടേക്കണേ. പക്ഷെ അതിൻ്റെ അവസാനം യേശു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, ഈ വചനങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? കേട്ട് ചെയ്യണമെന്ന്. വായിച്ചല്ല ചെയ്യണ്ടേ, നമ്മൾ വായിച്ച് ചെയ്യാനിരിക്കുക, അതാ തെറ്റിപ്പോണേ. കേട്ട് ചെയ്യണം. വായിച്ച് ചെയ്യണത് അക്ഷരത്തെയാ, കേട്ട് ചെയ്യുന്നത് ആത്മാവിൻ്റെ പ്രമാണമാണ്. രണ്ടും വേറെ വേറെയാ. അക്ഷരം പഴയ ഉടമ്പടി ആൾക്കാർക്ക്, ആത്മാവിൻ്റെ നിയമം പുതിയ ഉടമ്പടിക്കാർക്ക്. ഈ വചനങ്ങളെ കേട്ട് വേണം ചെയ്യാനായിട്ട്. ആ യേശുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. അയാൾ വന്നിട്ട് ഇങ്ങനെയാ പറഞ്ഞേ,
ഒരു പരോപകാരം ചെയ്യാൻ വരുമോ? അതെന്താണ്? അതെ, എൻ്റെ വീട്ടിലൊരു വഴക്ക് നടക്കുക. അതെന്താണ്? ഞാനും ചേട്ടനും കേട്ട പ്രശ്നം. അതെന്താണ്? സ്വത്ത് വായിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അത് കൂടുതൽ അദ്ദേഹത്തിൻ്റെയാണ്, ഇദ്ദേഹത്തിൻ്റെ അതങ്ങനെ പറയണം, ഭയങ്കര പ്രശ്നം നടക്കുക. അപ്പോൾ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ? അപ്പോൾ ഉടനെ യേശു പറഞ്ഞു, നിൻ്റെ വീട്ടിൽ മാത്രമല്ല, കാരണം ഒരാളുടെ സ്വത്ത് വിഭാഗിക്കാനല്ലേ വിളിച്ചേ, നിൻ്റെ അയൽക്കത്തുകാരൻ്റെ സ്വത്ത് കൂടി വിഭാഗിച്ച് ഞാൻ തരാമെന്ന് യേശു പറഞ്ഞില്ല. കാരണം യേശുവിൻ്റെ വാക്ക് പ്രകാരം ഒരു നാഴിക നടക്കാൻ ആഗ്രഹിക്കുന്നവന് 2 നാഴിക നടന്നു കൊടുക്കണം. അപ്പോൾ യേശു പുള്ളിയോട് പറഞ്ഞൊരു കാര്യം ഇത് പ്രകാരമൊന്നുമല്ല, എന്നെ ആരാ നിൻ്റെ അപ്പൻ്റെ സ്വത്ത് വിഭാഗിക്കണാക്കിയേ? പിടുത്തം കിട്ടിയാ? എന്തുകൊണ്ട് യേശു അങ്ങനെ പറഞ്ഞേ? യേശു കേട്ട് ചെയ്യുന്ന ആളാ. നിങ്ങൾക്ക് എങ്ങനെ അറിയാം? യോഹന്നെ 5:19 വായിച്ചാൽ മതി, നമുക്കറിയാം. യേശു വായിച്ച് ചെയ്യുന്ന ആളല്ല, വായിക്കുന്നുണ്ട്, പക്ഷെ കേട്ട് ചെയ്യുക. അതാണ് ആത്മാവിൻ്റെ നിയമം. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്. ആമേൻ ആമേൻ, ഉറപ്പിച്ചും തറപ്പിച്ചും ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവ് പറയുന്നതല്ലാതെ, എൻ്റെ പിതാവ് ചെയ്യുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിവുള്ളത് അല്ല. വായിച്ചേ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. ഇതാണ് ദൈവപുത്രന്മാർ. മനസ്സിലാവുന്നുണ്ടോ? അവർ വായിച്ചത് ഹൃദയത്തിൽ സംഗ്രഹിക്കും. അവർ വായിച്ചല്ല ചെയ്യുന്നേ, അവർ പിതാവിൽ നിന്ന് കേട്ടാണ്, തൻ്റെ ആത്മാവിലൂടെ കേട്ടാണ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഗിരിപ്രഭാഷണം മുഴുവൻ കഴിഞ്ഞിട്ട് യേശുക്രിസ്തു പറഞ്ഞത്, ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവനോട് തുല്യനാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് കേട്ട് ചെയ്യാൻ പഠിക്കണം. നമ്മൾ ദൈവം അനുവദിക്കുന്ന ഭാവിയിൽ അത് പഠിക്കും, മനസ്സിലാക്കുക. അതാണ് ലോ ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ നിയമം. ഇന്ന് സഭയുടെ നിയമം ന്യായപ്രമാണമേ അല്ല, പക്ഷേ ഇന്ന് സഭ ന്യായപ്രമാണം ഇട്ട് നടക്കുക. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് പ്രവാചകന്മാരുടെ കാലം യേശുക്രിസ്തുവിൻ്റെ വരവ് വരെ ഉണ്ടായിരുന്നുള്ളൂ, സ്നാപക യോഹന്നാന്റെ സമയം വരെ. ഇതാണ് L16:16 ലോ. ലൂക്കോസ് സുവിശേഷം 16:16 എഴുതി വച്ചിരിക്കുകയാണ്, ന്യായപ്രമാണവും പ്രവാചകന്മാരുടെ കാലം യോഹന്നാൻ വരെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മുതൽ ദൈവരാജ്യമാണ് സുവിശേഷമായി അറിയിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരുടെയും കാലം കഴിഞ്ഞപ്പോൾ അത് നിർത്തി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ അന്ത്യകാലത്ത് വീണ്ടും അത് പുനരാരംഭിച്ചു. L16:16 വായിച്ചേ. ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. മനസ്സിലായോ? അന്നു മുതൽ ആ ന്യായപ്രമാണം പ്രവാചകന്മാരും 2000 വർഷം മുമ്പ് അവസാനിച്ചു. അതിനർത്ഥം ന്യായപ്രമാണം ഇല്ലാതായെന്നല്ല, ആകാശം മാറും ഭൂമി മാറും, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ഒരു മാറ്റവും ഇല്ല. പക്ഷെ നമ്മൾ യേശു കർത്താവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചവർ അതിൽ നിന്ന് ഒഴിവുള്ളവരായി. ഹല്ലേലൂയ. മനസ്സിലായോ? ഒഴിവുള്ളവരായി. അതായത് നിങ്ങളുടെ നാട്ടിൽ ഒരു ട്രാഫിക് സിഗ്നലുണ്ട്. ട്രാഫിക് സിഗ്നൽ ഭയങ്കര ബ്ലോക്കാന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ ഇതാ ഗവൺമെൻറ് തൽക്കാലം ആ ബ്ലോക്ക് മാറ്റാനായിട്ട്, ജംഗ്ഷനാണ്, ആ ജംഗ്ഷനിലെ ബ്ലോക്ക് മാറ്റാനായിട്ട് ഗവൺമെൻറ് തൽക്കാലം ഒരു സിഗ്നൽ ഒക്കെ പിടിപ്പിച്ചു, ബ്ലോക്ക് മാറ്റാൻ, കൂട്ടി ഇടിയൊക്കെ അവസാനിക്കാൻ വേണ്ടി. ഇതേപോലെയാണ് ന്യായപ്രമാണം. എന്നാൽ കുറേ ഫണ്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആ സിഗ്നലിൻ്റെ മുകളിൽ കൂടെ ഒരു ബ്രിഡ്ജ്, മനസ്സിലായി, ഒരു ഫ്ലൈ ഓവർ വെച്ചു. ഹല്ലേലൂയ. ഇനി ഫ്ലൈ ഓവറിലൂടെ പോകുന്നവർക്ക് സിഗ്നലിൽ കാത്തു കിടക്കണോ? വേണ്ട. ഹല്ലേലൂയ. എന്നാൽ സിഗ്നലിലൂടെ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ താഴെ പോയി കാത്തു കിടന്ന് സിഗ്നൽ വരുമ്പോൾ പോകാം. ന്യായപ്രമാണം തന്നെ ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. എന്നാൽ ഇതാ ഫ്ലൈ ഓവറിലൂടെ പോകുന്നവർക്ക്, ആത്മാവിൻ്റെ നിയമത്തിലൂടെ പോകുന്നവർക്ക് ഇനി സിഗ്നൽ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല എന്ന പോലെയാണ് യേശു കർത്താവിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച വ്യക്തികൾ ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരാണ്. ന്യായപ്രമാണം തന്നെയുണ്ട്, നിങ്ങൾ ഒഴിവുള്ളവരാണ്. നിങ്ങളുടെ പ്രമാണം ആത്മാവിൻ്റെ പ്രമാണമാണ്. ഹല്ലേലൂയ. ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ പിന്നെ നിങ്ങളല്ല ജീവിക്കുന്നത്, ദൈവം നിങ്ങളിലൂടെ ജീവിക്കുകയാണ്. ന്യായപ്രമാണത്തിൽ നിങ്ങൾ തന്നെയാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങളുടെ ശക്തി കൊണ്ട് ദൈവകൽപ്പന അനുസരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആത്മാവിൻ്റെ പ്രമാണത്തിൽ ദൈവം തൻ്റെ ശക്തിയാൽ നിങ്ങളെ അനുസരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ന്യായപ്രമാണം യഥാർത്ഥത്തിൽ പുസ്തകത്തിലാണ്
എഴുതുന്നത്. എന്നാൽ ആത്മാവിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകത്തിലല്ല, നമ്മുടെ ഹൃദയങ്ങളിലാണ് എഴുതുന്നത്. ഇതാണ് പഴയ ഉടമ്പടിയിലെ വാഗ്ദത്തം. ഞാൻ എൻ്റെ ചട്ടങ്ങളെ നിങ്ങളുടെ ഹൃദയങ്ങളിലാക്കി നിങ്ങളെ ഞാൻ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങളെ ഞാൻ നടത്തിക്കും. മറ്റതങ്ങനെയല്ല, നിങ്ങൾ എൻ്റെ ചട്ടങ്ങൾ നോക്കി നിങ്ങൾ നടക്കാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്, അവിടെ നിങ്ങൾ വീഴും. എന്നാൽ നിങ്ങളെ ഞാൻ നടത്തുമ്പോൾ നിങ്ങൾ വീഴത്തില്ല. ഇത് രണ്ടും രണ്ടാണ്. എന്നാലും സഭകൾക്ക് ഇത് അറിയാവുന്നവർ വിരളമാണ്. ഇത് അറിഞ്ഞാൽ നമ്മുടെ ജീവിതം ജയകരമായി മുന്നോട്ടേക്ക് പോകുവാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇവിടെ ഇത്രയും നേരം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ആ സുവിശേഷത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുക. തൻ്റെ ഭവനത്തിൽ തൻ്റെ മക്കളായി, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വിളി തിരിച്ചറിഞ്ഞിട്ട്, ഞാൻ വീണ്ടും ജനിച്ചത് കൊണ്ട് മാത്രം എനിക്ക് അവിടെ എത്തുന്നില്ല, വീണ്ടും ജനിച്ചത് അവിടെ എത്താനാണ് എന്ന്, ഞാൻ ജയിച്ചാലേ ഈ അവകാശം എൻ്റെ ജീവിതത്തിൽ ലഭ്യമാകുകയുള്ളൂ എന്നുള്ള ആ ദൈവ തിരുവചനം എൻ്റെ മക്കളെ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത് മഹാഭാഗ്യ പദവിയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് ക്രീസിലുണ്ട്, കളിക്കളത്തിലുണ്ട്. മാക്സിമം റൺസ് എടുക്കുന്ന ആ ബാറ്റ്സ്മാനെ പോലെ ഞാനും നിങ്ങളും മാക്സിമം ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ സമയം നശിപ്പിച്ച് കളയരുത്. അത് ചെയ്തു ഇത് ചെയ്തു ബോറടിക്കണം. ഇനി അടുത്തത് എന്താ കാണാനുള്ള, ഏത് സൈറ്റാണ് ബ്രദറെ, ഏത് സൈറ്റാ സിസ്റ്ററെ എന്നും പറഞ്ഞുകൊണ്ട് ആ സൈറ്റിലേക്ക് ഈ സൈറ്റിലേക്കൊന്നും ഓടരുത്. പകരം നിങ്ങൾ സ്വർഗീയ സൈറ്റിലേക്ക് പോവുക, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക, അത് ഭൂമിയിൽ ചെയ്യുക. നിങ്ങൾ അത്രത്തോളം വളർന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ നാളുകളിൽ സ്വർഗീയ ഇഷ്ടങ്ങൾ ഭൂമിയിലേക്ക് വിളിച്ചു പറയുന്ന ഇക്കിളി മെസ്സേജുകളല്ല, മനുഷ്യനെ ചുമ്മാ ഇട്ട് കളിപ്പിച്ച് ഇമോഷൻ വർദ്ധിപ്പിക്കുന്ന മെസ്സേജ് അല്ല, ഒരു മനുഷ്യനെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്ന മെസ്സേജുകൾ പറയുന്ന വളരെ ചുരുക്കം നല്ല ദേവദാസന്മാരുണ്ട്. ആ ദേവദാസന്മാരുടെ മെസ്സേജുകൾ അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ അതുവഴി നിങ്ങളുടെ ഏരിയ ഓഫ് മാനേജ്മെന്റിൽ ദൈവത്തിൻ്റെ പ്രകാശങ്ങളായി മാറുകയാണ്. അപ്പോൾ ഇതാ അകത്ത് ചെന്നായുള്ളവർ നിങ്ങളുടെ നേരെ ചാടും, എന്നാൽ അകത്ത് ജീവജല നദിയുള്ളവർക്ക് സന്തോഷമായി തീരുവാനായിട്ട് ഇടയാകും. അപ്പോൾ നിങ്ങൾക്ക് ആളെ തിരിച്ചറിയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചെന്നായ്ക്കളാണെങ്കിൽ പയ്യെ ഒഴിഞ്ഞങ്ങ് മാറിയേക്കണം. അവരുമായിട്ട് അടിപിടിയൊന്നും ഉണ്ടാക്കാൻ പോകരുത്. കാരണം അവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നിനക്ക് നഷ്ടപ്പെടാൻ പലതും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പെൺപിള്ളേരോട് പറയാറില്ലേ അമ്മമാർ, എടി അവർക്ക് നഷ്ടപ്പെടാൻ, ആൺപിള്ളേർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നിനക്കാടി നഷ്ടപ്പെടാനുള്ളത് സൂക്ഷിക്കണമെന്ന് പറയുന്നത് പോലെയാണ് സ്വർഗത്തിലെ ദൈവം നമ്മളോട് പറയുന്ന, മക്കളെ സൂക്ഷിക്കുക, നിനക്ക് നഷ്ടപ്പെടാൻ പലതും ഉണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസിലൂടെ തിമോഥെയോസിനോട് പറയുന്നത്, നിത്യജീവനെ എന്ത് ചെയ്തോളണം? മുറുകെ പിടിച്ചോളണം. അവക്ക് അത് കളയാൻ നിത്യജീവനൊന്നുമില്ല, നിനക്ക് കളയാൻ നിത്യജീവനുണ്ട്. അതുകൊണ്ട് മുറുകെ പിടിച്ചോളണം. മനസ്സിലാവുന്നുണ്ടോ? മുറുകെ പിടിച്ചോളണം. ഹല്ലേലൂയ. സൂക്ഷിച്ചോളണം, ഓടിക്കോളണം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. വ്യഭിചാരം അങ്ങനെയുള്ള കാര്യങ്ങൾ വിട്ട് ഓടിക്കോളണം. ഹല്ലേലൂയ. നല്ലൊരു എക്സാമ്പിൾ കാണിച്ചതുകൊണ്ടോ ദൈവത്തിൻ്റെ വചനം ജോസഫിനെ കാണിച്ചു പറയുകയാണ്. ജോസഫ് ഇതാ എല്ലാ സാഹചര്യമുണ്ട്. പഴയ ഉടമ്പടിയിലെ ജോസഫ് എല്ലാ സാഹചര്യമുണ്ട്. സുന്ദരിയായ ഒരു സ്ത്രീയെ, പോത്തിഫറിൻ്റെ ഭാര്യ, വീട്ടിൽ ആരുമില്ല. ആ സ്ത്രീക്കാണെങ്കിൽ ആസക്തി കൂടി പലപ്പോഴും ഈ സുന്ദരനായ കോമളനായ ജോസഫിൻ്റെ അടുക്കൽ ജോസഫ് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. വീട്ടിൽ ആരുമില്ലാത്ത സമയം നോക്കി ജോസഫിനെ കയറി പിടിച്ചു. ഈ സമയം ജോസഫ് എന്താ ചെയ്തേ? നമ്മളെപ്പോലെയുള്ള എല്ലാ വികാരമുള്ള ഒരു വ്യക്തിത്വമാണ്. പുള്ളി അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ പോലും തിന്മയായ ഒരു ചിന്ത ഉണ്ടാകരുത്. കാരണം നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമുക്കൊരു പ്രത്യാശയുണ്ട്. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കുവാനായിട്ട് ഇടയാകണം. ദൈവം അനുവദിച്ച വ്യവസ്ഥകൾ മാത്രമല്ലാതെ ഇതാ വേറെ ഒരു രീതിയിലും ഒരു ദുഷിച്ച ജീവിത രീതിയിലേക്ക് കടന്നു പോകാൻ ഇടയാകരുത്. വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ രഹസ്യ ജീവിതം വളരെ വ്യക്തതയോടെ ദൈവത്തിനറിയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ ഒരു സിനിമ പോലെ ദൈവത്തിൻ്റെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഒന്നും മറക്കരുത്, നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പബ്ലിക്കിൽ വെള്ള ഉടുപ്പും വെള്ള ഷർട്ടൊക്കെ ധരിച്ച് നമ്മൾ കടന്നു വരും, വെള്ള ചുരിദാറൊക്കെ ധരിച്ച്. പക്ഷെ നമ്മുടെ ഹൃദയമാകുന്ന ആ സ്ക്രീനിൽ എന്തൊക്കെയാണ് ഓടുന്നതെന്ന് ദൈവത്തിന് അറിയാം. കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞ ന്യായപ്രമാണത്തിൽ ഇത്രയേ ഉള്ളൂ, ഒരു സ്ത്രീയുമായി വ്യഭിചാരം ചെയ്യുന്നവൻ, ശരീരം കൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവനാണ് വ്യഭിചാരി. എന്നാൽ ആത്മാവിൻ്റെ പ്രമാണത്തിലേക്ക് വരുമ്പോൾ നീ അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി, നീ വ്യഭിചാരിയാ.
മനസ്സിലായോ? അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഹൃദയങ്ങളെ ഉൾപ്പൂവുകളെയും അറിയുന്ന ക്രിസ്തുവാണ് നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിത വിശുദ്ധിയിലേക്ക് കടന്നു വരണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കള്ളപ്രവാചകന്മാരുടെ ഡ്യൂപ്ലിക്കേറ്റ് സഭകളും ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തീയത്വമാണെങ്കിൽ അവിടെ വിശുദ്ധിയെക്കുറിച്ച് മിണ്ടത്തുപോലുമില്ല. അവിടെ ആകപ്പാടെ പറയുന്ന വിശ്വാസം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ കിട്ടും. തീർച്ചയായും വിശ്വാസത്തിലൂടെ പലതും നമുക്ക് നേടാൻ പറ്റും. കാരണം വിശ്വാസം എന്ന് പറയുന്നത് ആത്മമണ്ഡലത്തിൽ നിന്ന് ഭൗതിക മണ്ഡലത്തിലേക്ക് കാര്യങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു വെഹിക്കിളിന് ഒരു ട്രെയിലറിന് തുല്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നിനക്ക് മലകളെ മാറ്റുന്ന വിശ്വാസം ഉണ്ടായാലോ, സ്നേഹമില്ല എങ്കിൽ, അഗാപ്പയില്ല എങ്കിൽ നീ വട്ടപൂജ്യമാണ്. ക്രിസ്തുവിൻ്റെ ക്യാരക്ടർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുക എന്ന കാര്യം എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അല്പ ദിവസങ്ങളെ നമ്മളിവിടെ ഉള്ളൂ. ഓരോരുത്തരും ടെസ്റ്റിന് ഇറക്കുകയാണ്. ഓരോരുത്തരും ടെസ്റ്റിന് ഈ ഭൂമി എന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി വിടുകയാണ് സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് നമ്മളായിരുന്നില്ല, നമ്മുടെ അപ്പന്മാരും അമ്മമാരും ഒക്കെ ആയിരുന്നു ഇവിടെ. അവരെ ടെസ്റ്റ് ഇട്ടു, അവരെ ഇപ്പം കാണാനില്ല. അവരെല്ലാം ടെസ്റ്റ് കഴിഞ്ഞു പോയി. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഞാൻ എന്നെയും നിങ്ങളെയും ഇതാ സ്വർഗത്തിലെയും ഭൂമിയിൽ വെച്ചിരിക്കുക. ഈ ശരീരം നമ്മളല്ല, ശരീരത്തിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത് എന്ന് വ്യക്തതയോടെ മനസ്സിലാക്കുക. ഈ ശരീരം എന്ന് പറയുന്ന ഒരു മിഷൻ മാത്രമാണ്, ഒരു ഉടുപ്പ് മാത്രമാണ്. ഈ ശരീരം മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്, അത് മണ്ണിലേക്ക് തന്നെ പോകും. ഇവിടെ ഒരു പ്രത്യാശയും, ജീവനുള്ള ഒരു പ്രത്യാശയും ഈ സാധനത്തിലില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ സോളിനെ സ്വർഗത്തിലെ ദൈവം, ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന നമ്മളെ സ്വർഗത്തിലെ ദൈവം വിളിച്ചിരിക്കുകയാണ്. തൻ്റെ ഭവനത്തിലേക്ക് തൻ്റെ മക്കളായി വിളിച്ചിരിക്കുകയാണ്. അതാരും നഷ്ടപ്പെടുത്തരുത്. അത് ലഭ്യമാകാനുള്ള തുടക്കമാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ നാം വിശ്വസിച്ച യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നും മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്നും വിശ്വസിച്ചുകൊണ്ട്, പ്രിയ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആ യേശുവെ അനുഗമിച്ച് അനുസരിപ്പാൻ തീരുമാനമെടുക്കുക. തുടർന്ന് ഇത് മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ ലക്ഷ്യം. ഈ ഭൂമിയിൽ നിന്ന് ജയം പ്രാപിച്ച് ദൈവസ്ഥലത്ത്, ബാക്കി ഒന്നുമല്ല, ബാക്കിയെല്ലാം ഇതിൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ പ്രഥമ ലക്ഷ്യത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നാം ജയം പ്രാപിപ്പാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അതുകൊണ്ട് സ്ക്രീനിൽ ശബ്ദ കാഴ്ചപ്രതിയിൽ ആരല്ല എവിടെയല്ല എന്നത് ശ്രദ്ധിക്കുന്നുവോ, ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം ചെയ്യേണ്ടത്. പ്രിയ കുഞ്ഞുങ്ങളെ, വേറെ ഒന്നുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി നമ്മുടെ പഴയ എല്ലാ പാപങ്ങളുടെ ശിക്ഷ താൻ ഏറ്റെടുത്തു. എന്നെയും നിങ്ങളെ പുതിയ സൃഷ്ടികളാക്കി എന്ന ആ ദൈവികമായ ചിന്ത മനസ്സിലാക്കിക്കൊണ്ട് വേറൊരു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രക്ഷകനും കർത്താവുമാണെന്ന് ഓൾറെഡി നിങ്ങൾക്കൊരു ചിന്തയുണ്ടാകും. എന്നാൽ ഉറപ്പിക്കുക, ആ ക്രിസ്തുവിനെ നിങ്ങൾ രക്ഷകനായി സ്വീകരിച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ജീവജല നദി തുടങ്ങിയോ ഇല്ലയോ ഒന്ന് പരിശോധിച്ചേ. ജീവജല നദി അകത്തും തുടങ്ങിയില്ലയോ? ജീവജല നദി എന്ന് പറഞ്ഞ് മറ്റൊന്നുമല്ല, ദൈവസിംഹാസനത്തിൽ നിന്ന് ആരംഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നദിയാണ്. ആ നദിയാണ് നിന്നെ ദൈവത്തിൻ്റെ പുത്രനാക്കി മാറ്റുന്നത്, പുത്രനാക്കി ജീവൻ തരുന്നത്. ഓരോ വ്യക്തികളും ഒന്ന് പരിശോധിച്ച്, എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ നിന്ന് അടയട്ടെ. അവനവനെ തന്നെ ഒന്ന് പരിശോധിച്ച്, ഞാൻ യേശു കർത്താവിൻ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ട് എൻ്റെ യേശു എന്നോട് പറഞ്ഞ, വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് യേശു എന്നോട് പറഞ്ഞ ആ ജീവജല നദി എന്നിൽ ആരംഭിച്ചോ? ആരംഭിച്ചെങ്കിൽ പ്രിയമോനെ മോളെ, നീ സ്വീകരിച്ചത് കള്ളക്രിസ്തുവിനെ അല്ല. എന്നാൽ ഇപ്പോൾ നിനക്കുള്ള അവസരമാണ്. നിന്നെ ഒരു ഗ്രൂപ്പിലേക്ക്, സംഘടനയിലേക്ക് ചേർക്കാനല്ല, പകരം നിന്നെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് ചേർക്കുവാൻ, ദൈവത്തിൻ്റെ മകനാക്കി മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രിയ മകനെ, പ്രിയ മകളെ, ഈ ഹോളിലോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തോ നീ ആയിക്കൊള്ളട്ടെ, അല്ല ഈ സന്ദേശം നീ തുടർന്ന് ഏത് ദിവസവും നീ കേൾക്കട്ടെ, ഇത് നിനക്കുള്ള അവസരമാണ്. ദൈവം നിന്നെ ഇതിലേക്ക് വിളിക്കുന്നു.
ആ യേശുവോട് ഹൃദയം കൊണ്ട് പറയാമോ, യേശുവേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന്. ഫിലിപ്പോസ് ഷണ്ടനോട് സുവിശേഷം പറഞ്ഞപ്പോൾ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേക്കുന്നതിന് എന്ത് തടസ്സം എന്ന് ചോദിച്ചപ്പോൾ ഫിലിപ്പോസ് ഇങ്ങനെ പറഞ്ഞു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിലാകാം. ഷണ്ടൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവപുത്രനെന്ന്. തുടർന്ന് ഇരുവരും വെള്ളത്തിലിറങ്ങി സ്നാനമേറ്റു. പ്രിയമകനെ, യേശു ക്രിസ്തു സ്വർഗസ്ഥ പിതാവായിച്ചിട്ട് ഇവിടെ കടന്നു വന്ന തൻ്റെ ദൈവത്തിൻ്റെ പുത്രനെന്നും, കാൽവരി ക്രൂശിൽ യേശു ക്രിസ്തു മരിച്ചത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിനായിട്ടാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ച് ആ യേശുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ കർത്താവ് രക്ഷിതാവുമായി ഈ നിമിഷം ഹൃദയം കൊണ്ട് നീ ഇൻവൈറ്റ് ചെയ്താട്ടെ. നിന്റെ ഹൃദയം കൊണ്ട് ഉള്ളിലേക്ക് വരുവാൻ താഴ്മയോടെ ക്ഷണിച്ചാട്ടെ, താഴ്മയോടെ ക്ഷണിച്ചാട്ടെ, താഴ്മയോടെ ക്ഷണിച്ചാട്ടെ, താഴ്മയോടെ ക്ഷണിച്ചാട്ടെ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമേറിയ സമയം, ജീവജലത്തിൽ നിന്റെ ഉള്ളിൽ വരുവാൻ തക്കവണ്ണം യേശുവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് താഴ്മയോടെ ക്ഷണിച്ചാട്ടെ. ഇതിനേക്കാൾ മഹത്വകരമായൊരു പ്രത്യാശ വേറെയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശത്തിനായി, ജീവനുള്ള പ്രത്യാശയ്ക്കായി ദൈവം നമ്മളെ ഇപ്പോൾ ഈ വിശ്വാസത്തോടെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹൃദയം കൊണ്ട് കർത്താവിനെ ഹൃദയത്തിലേക്ക് യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞവർ, ഇതാ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ഹോളിൽ എവിടെയായിരിക്കുന്ന വ്യക്തികളും ഞാൻ പറയുന്ന പ്രാർത്ഥനാ വാചകം ഏറ്റുപറഞ്ഞാട്ടെ. സ്വർഗസ്ഥ പിതാവേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ ഏകപുത്രനായ യേശുവിനെ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ യാഗമാക്കിയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നു യേശു മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയാണെന്ന്. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷകനായി അങ്ങ് കടന്നു വരണമേ. നിത്യസ്വർഗത്തിലേക്ക്, സ്വർഗീയ പിതാവിങ്കലേക്ക് എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ. അങ്ങയുടെ പരിശുദ്ധ ആത്മാവിനാൽ, പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ഇനി മുതൽ ഞാൻ അങ്ങയെ അനുസരിച്ച്, ഞാൻ അങ്ങയെ അനുഗമിച്ച് അങ്ങയുടെ പാതയിൽ നടന്നുകൊള്ളാമെന്ന് സമ്മതിച്ചുകൊണ്ട് എന്നെ തന്നെ ഒരു ഉത്തമ ഭാര്യ എന്നതുപോലെ അങ്ങയുടെ മണവാട്ടിയായി അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എന്നെ സ്വീകരിക്കണമേ, എന്നെ നയിക്കണമേ, എന്നെ നടത്തണമേ. അവകാശത്തിൽ, ജീവനുള്ള പ്രത്യാശയിൽ ഞാൻ എത്തുവാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. We thank you, Heavenly Father. We thank you, Lord Jesus. അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദി, ദൈവിക സന്തോഷത്തിനായി നന്ദി, ദൈവിക തേജസ്സിനായി നന്ദി, അങ്ങയുടെ സാന്നിധ്യം വ്യാപരിക്കുന്നതിനായി നന്ദി. ഈ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഇവരുടെ സകല വിഷയങ്ങളുടെ മേലും അങ്ങ് കൂട്ടായിരിക്കുന്നതിനായി നന്ദി. അങ്ങ് ഇവരുടെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുന്നതിനായി നന്ദി കർത്താവേ. എല്ലാ ദുഃഖങ്ങളും എല്ലാ നെടുവീർപ്പുകളും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ കർത്താവേ. എല്ലാ തിന്മകളും മാറിപ്പോകട്ടെ കർത്താവേ. ദുഷ്ടന്റെ അവകാശങ്ങൾ മാറിപ്പോകട്ടെ. ഈ ഹോളിൽ മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചവൃതിയിൽ എല്ലാ പിശാചിന്റെ അവകാശങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ദുഃഖങ്ങളും, സൂര്യന്റെ
ചൂടിൽ മഞ്ഞുരുകി മാറുന്നത് പോലെ ഇവരുടെ ജീവിതത്തിൽ മാറിപ്പോകട്ടെ. സ്വർഗം ഇവരുടെ മേൽ അവകാശം പറയുക. റിബക്കാല ബാലകൻ തന്നെ റിബാലകത്തന ഓ സ്വർഗ ഇവരുടെ മേൽ അവകാശം പറയുക. നന്ദിയോടെ സ്തോത്രം. പിശാചിന്റെ കരങ്ങൾ ഇവരുടെ ജീവിതം മാറിപ്പോകാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ആശ്വസിപ്പിക്കുന്ന കരങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കടന്നു വരിക നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇവരുടെ ഭവനങ്ങളിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ തിന്മകളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ പൈശാചിക ശക്തികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ മന്ത്രവാദ കൂടോത്ര ശക്തികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ തിന്മയുടെ അരൂപികള് യേശുവിന്റെ ബാലബന്ധനെ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവത്തിന്റെ ദൂതന്മാർ ഇവരുടെ ചുറ്റും ഉറങ്ങട്ടെ. ദൈവത്തിന്റെ തേജ് ഈ മക്കളെ ഇറങ്ങട്ടെ. ദൈവിക സമാധാനം ഇവരുടെ മക്കളെ മൂടുവാൻ ഇടയാകട്ടെ. അങ്ങനെ ചെയ്യാൻ സ്തോത്രം ചെയ്യുന്നു. അത് ഇപ്പോൾ മാത്രമല്ല, ഇനി ആരല്ല ഈ സന്ദേശം വീണ്ടും വീണ്ടും കേൾക്കുന്നുവോ, ഇതേ ദൈവശക്തി, ഇതേ ദൈവശക്തി, ഇതേ ആത്മാവിന്റെ ശക്തി സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവരുടെ മേൽ, അവരുടെ കുടുംബങ്ങളുടെ മേൽ, അവരുടെ ശരീരത്തിന്റെ മേൽ, അവരുടെ വ്യക്തിബന്ധങ്ങളുടെ മേൽ, അവരുടെ മക്കളുടെ മേൽ, അവരുടെ എല്ലാത്തിന്റെ മേൽ, അവരുടെ സമ്പത്തിന്റെ മേൽ കടന്നു വരുവാനിടയാകട്ടെ. ദൈവനാമത്തിൽ ദുഷ്ടന്റെ പ്രവൃത്തികൾ ഇവരുടെ ജീവിതത്തിൽ ശാസ്ത്രകഥ വിട്ടുമാറുവാൻ കൽപ്പിക്കുകയാ. പരിപൂർണ സൗഖ്യ എല്ലാ മേഖലകളിലും വ്യാപരിക്കട്ടെ. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി കർത്താവേ. വീണ്ടെടുക്കപ്പെട്ട ഈ ജനത്തിനായി സ്തോത്രം. പിശാചിനോട് കൽപ്പിക്കുന്നു, തൊട്ടുപോകരുത്. ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആയത് യേശുവിൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ സ്വത്ത സർവമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരികയാ, ഞങ്ങൾ അങ്ങേക്ക് തരികയാ, ഞങ്ങൾ അങ്ങേക്ക് തരികയാ, ഞങ്ങൾ അങ്ങേക്ക് തരികയാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഒരു കാര്യം പ്രിയ കുഞ്ഞുങ്ങൾ, നിങ്ങൾ നോർത്തോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ വ്യാപരിച്ച ദൈവശക്തി നിങ്ങൾ വിശ്വാസം നിൽക്കുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരും. ഹല്ലേലൂയ. അത് ഇവിടെ ചെന്ന് അവസാനിക്കുന്നതല്ല. ഇതാ ഹല്ലേലൂയ. ഈ ദൈവസാന്നിധ്യം, ഈ റിലീസ് ചെയ്യപ്പെട്ട ദൈവസാന്നിധ്യ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും വരും. ഇത് വീണ്ടും നിങ്ങൾ കേൾക്കുമ്പോൾ അതേ സാന്നിധ്യം, ഇതേ ശക്തി. ഹല്ലേലൂയ. കാരണം പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് റിലീസ് ചെയ്യുന്നത്, ഓരോ ദൈവത്തിൻ്റെ പൈതലും എന്ന് പറയുന്നത് ദൈവനദിയുടെ റിലീസ് ചെയ്യുന്ന അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളാ. അതുകൊണ്ട് എന്തു പറ്റും, അവർ ദൈവത്തെ വെളിപ്പെടുത്തുന്നവരാ. അവർ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ നദി വെളിയിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ആ വെളിയിലേക്ക് വന്നത് കാര്യം നടത്താൻ വേണ്ടിയാണ്. അത് വെറുതെ മടങ്ങി വരത്തില്ല, അത് കാര്യം നടത്തിയേ അടങ്ങുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടം കൊണ്ട് അത് അവസാനിക്കുന്നതായിട്ട് കരുതേണ്ടത്. വീണ്ടും വീണ്ടും ഇതേ ദൈവിക ശക്തി നിങ്ങളിലും ഉണ്ട്. അത് നിങ്ങളെ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ദേശത്ത് നിങ്ങളൊരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. ശേഷം നമ്മൾ ഒരല്പം ചായ കുടിച്ച് അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ അല്ലേ?